തുടങ്ങുന്നില്ല. 15 മിനിറ്റ് ലേറ്റ് ആയതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഇതിൽ ഒരു വരി ഉണ്ടായിരുന്നു, ആ വരി ഡിലീറ്റ് ചെയ്യണമെന്ന് നമ്മുടെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് നിഷ്കർഷിച്ചു. ഞാൻ ഇവിടുത്തെ എല്ലാ അഡ്വക്കേറ്റ്സിനെയും കാണിച്ചു, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കാണിച്ചു. അപ്പൊ എനിക്ക് നോട്ടീസ് തരാതെയാണ് അറസ്റ്റ് ചെയ്തത്, നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു എന്ന് ഞാൻ ഒരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഫുള്ള് റീപ്രിന്റ് എടുത്തിട്ട് വരികയാണ്. അങ്ങനെയാണ് 15 മിനിറ്റ് താമസിച്ചത്. ഇത് സത്യമാണ്, പക്ഷെ എന്നോട് പറഞ്ഞത് പറയണ്ട, ഇനി അതിന്റെ പേരിലെക്കാളും ജാമ്യം ക്യാൻസൽ ചെയ്താലും അത് വേറെ പ്രശ്നമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. നിങ്ങളോട് ഫസ്റ്റ് മിനിറ്റ് തുടങ്ങുന്നതിനും അറിയിച്ചു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നോട്ടീസ് തരാതെയാണ് അറസ്റ്റ് ചെയ്ത്, നോട്ടീസ് തന്നു കള്ളം പറയുകയും ചെയ്തു. പക്ഷെ അത് പ്രസ് നോട്ടിൽ എഴുതി കൊടുക്കണ്ട, അതെന്തെങ്കിലും കോടതിയിൽ അവർ രേഖപ്പെടുത്തും, എന്നിട്ട് ജാമ്യം ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ എടുത്ത എല്ലാ പ്രസ് നോട്ടും മാറ്റി വേറെ നിങ്ങൾക്ക് തരാനുള്ള പ്രസ് നോട്ട് എടുക്കാൻ പോയിരുന്നത്. അങ്ങനെയാണ് 15 മിനിറ്റ്സ് ലേറ്റ് ആയത്. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രസ് മീറ്റ് തുടങ്ങാം. ആദ്യം തന്നെ അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ ശ്രീ ദിലീപിന്റെ വിഷയത്തെക്കാൾ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെക്കാൾ, എന്റെ 16 ദിവസത്തെ ജയിലിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ ലോകസഭയിലടക്കം വരികയും ചെയ്യും. പുരുഷാവകാശങ്ങളെ ഒരുപാട് കാലത്തേക്ക് തിരിച്ചടിക്കാനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒരു കാര്യമാണ്. ആ കാര്യവും കൂടി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എന്റെ കാര്യത്തിലേക്ക് വരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് തുടങ്ങുന്നതിന് ഒരു ആമുഖമായി എന്നെ കുറിച്ച് ഒരു 2 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ പറയാം. ഇത് ശ്രീ മുകേഷ് നായർ, അദ്ദേഹം വളരെ പ്രമുഖനായ ഇൻഫ്ലുവൻസറും മറ്റുമാണ്. അദ്ദേഹം ഇതേപോലെ വ്യാജ കേസിൽ പെട്ടതാണ്. ഞാൻ എന്റെ ക്രെഡൻഷ്യൽ എന്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതായി കണ്ടിട്ട് ഞാനൊന്ന് പറയാം. ഒന്ന്, കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് മകരജ്യോതിയും മകരവിളക്കും. ഏകദേശം 70 വർഷങ്ങളായി നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം അതിനെക്കുറിച്ചൊരു നിലപാടെടുക്കാതിരിക്കുകയും ഇപ്പോഴും നിലപാടെടുക്കാതിരിക്കുന്നതും കാര്യമാണ്. നിങ്ങൾ പത്രക്കാർക്ക് പ്രത്യേകിച്ച് അറിയാമായിരിക്കും. പക്ഷേ ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്. എനിക്ക് യാതൊരു മടിയും കൂടാതെ തന്നെ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണെന്നും, മകരജ്യോതി എന്ന് പറഞ്ഞ ആകാശത്തെ നക്ഷത്രവും മകരവിളക്കെന്ന് പറഞ്ഞാൽ ആദിവാസികൾ, പ്രത്യേകിച്ച് മലയരയർ പൊന്നമ്പലമേട്ടിൽ നടത്തുന്ന ദീപാരാധനയാണെന്നും ഇതേ പ്രസ് ക്ലബ്ബിൽ ഞാൻ ഇന്ന് പഴയ വീഡിയോ നോക്കുക, ഇതേ പ്രസ് ക്ലബ്ബിൽ ഇവിടെ ഇരുന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം നമ്മുടെ സെന്റിമെന്റ്സ് അല്ല, സത്യമാണ് പ്രധാനം. ആ സത്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആ സത്യത്തിൽ ശക്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്. ആ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണ്. ഈ സത്യത്തിന്റെ കൗതുകം ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും മലയരയന്മാർക്ക് അവകാശം തിരിച്ചു കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ എന്റെ കേസ് കിടക്കുക, മലയരയന്മാർക്ക് ഇതിന്റെ റൈറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന കേസ് കിടക്കുക. പക്ഷെ ഇപ്പോഴും നമ്മുടെ സർക്കാർ ഈ മകരജ്യോതിയും മകരവിളക്കും അടക്കമുള്ള വിഷയങ്ങളിലെ വ്യത്യാസവും മറ്റും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം ഈ സത്യം പറയാനുള്ള മടിയാണ്. 2, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ഞാൻ പറഞ്ഞ മറ്റൊരു സത്യം, 4-1 എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം, ശബരിമലയിലെ വിധിന്യായം ശ്രദ്ധിച്ചു കാണും. അതിലും ആദ്യം ജയിലിൽ പോയതും ജയിലിൽ കിടന്നതും പട്ടിണി കിടന്നതും ഞാനാണ്. ആത്യന്തികമായ ഇതിന്റെ നിലപാടിലേക്ക് എല്ലാവരും വന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ സത്യമേ പറയുള്ളൂ എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലം പറയാൻ വേണ്ടിയിട്ടാണ്. കേരള സംസ്ഥാനം, കേരള സ്റ്റേറ്റ് ഭരണകൂടം കഴിഞ്ഞ 70 വർഷങ്ങളായി പറയാത്ത മകരജ്യോതിയും മകരവിളക്കും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ 4-1 എന്ന എതിർവിധിന്യായം ഒരു രാഷ്ട്രീയ കക്ഷികളും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഞങ്ങൾ പോരാടി തുടങ്ങി. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഞാനടക്കം അന്നും ജയിലിൽ പട്ടിണി കിടന്നതാണ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നതും പട്ടിണി കിടക്കുന്നതും എനിക്ക് പുത്തരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ സത്യം വളരെ സിമ്പിളാണ്, ഈ കള്ളങ്ങളാണ് കോംപ്ലക്സ്. സത്യം വളരെ സിമ്പിളും ലഘുവുമാണ്, ഈ കള്ളങ്ങളാണ് ഇങ്ങനെ സങ്കീർണമായി പറയേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം, ഓർക്കുക, വേറെ ആരെയും ഞാൻ പറയുന്നില്ല, സ്റ്റേറ്റും സിസ്റ്റവും അങ്ങനെ ധാരാളം അസത്യങ്ങളും വാസ്തവങ്ങളല്ലാത്ത കാര്യം പറയുന്നു. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ കൊടി എത്ര സിമ്പിളായിട്ട് ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം ആണ് ഈ കൊടിയുടെ അർത്ഥം. നമ്മൾ മതസൗഹാർദ്ദത്തോടെ ജീവിക്കണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ, നമ്മുടെ ചരിത്രാധ്യാപകന്മാർ നമ്മളോട് ഈ സിസ്റ്റം അവരുടേതായ വ്യാഖ്യാനങ്ങളും മറ്റും പറയുകയാണ്. ഞാൻ ഇത് ഈ ആമുഖമായി പറഞ്ഞു തുടങ്ങിയതിന്റെ കാര്യം, ഈ സത്യങ്ങൾ പറയുന്നതിന് നമ്മൾ മടിക്കണം. അങ്ങനെ സത്യങ്ങൾ പറയുന്നതിന് മടിച്ചാൽ ഒരു രാജ്യം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് മകരവിളക്ക് മകരജ്യോതി പോലുള്ള സെൻസിറ്റീവായ കാര്യം സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം, ഓർക്കുക, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം ഇന്ന് തെറ്റാണെന്ന് എല്ലാവർക്കും അംഗീകാരം ഉണ്ടല്ലോ അല്ലെ? ഇന്ന് മാധ്യമങ്ങളുടെ ഉള്ളിലും, എന്നോട് സമ്മതിക്കണ്ട, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ വിധിന്യായം തെറ്റാണെന്ന് അംഗീകാരം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നടപ്പാക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊടി, ഇതെല്ലാം പറയുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് ഞാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 2-3 കാര്യങ്ങൾ. ഇതിൽ എന്റെ കാര്യവും ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്റെ കാര്യം സെക്കൻഡറി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിലെ ഒരു വരി ഡിലീറ്റ് ചെയ്യാൻ പോയതുകൊണ്ടാണ് 15 മിനിറ്റ് ഡിലേ ആയത്.
കാര്യം അത് കേസിന്റെ കാര്യം പറയരുത് എന്ന് എന്റെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് കുഴപ്പമില്ലായിരുന്നു. സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു ഇനി നാളെ നിന്റെ ജാമ്യം എല്ലാം ക്യാൻസലായി സുപ്രീം കോടതിയിൽ വരേണ്ടി വന്നാൽ ഇത് നിനക്കൊരു പ്രശ്നമാവും. അതുകൊണ്ട് നോട്ടീസിന്റെ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പുള്ളി എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചു. അതാണ് 15 മിനിറ്റ് താമസം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. വളരെ സീരിയസ് ആയി നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആയിരക്കണക്കിന്, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ, ഭർത്താക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ദയവായി ശ്രദ്ധിക്കണം. ഓവർ നൈറ്റ് നമ്മൾ ക്രിമിനൽ ആകുന്ന ഒരു അവസ്ഥയാണ്. ശ്രീ ശശി തരൂർന്ന് ഞാനൊക്കെ ഏറെ ആരാധിക്കുന്ന ആദരിക്കുന്ന വിശ്വപൗരൻ ഒരു ക്രിമിനലൈസേഷൻ ഓഫ് മാരിറ്റൽ റേപ്പ് ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുരുഷ കമ്മീഷൻ ഏറ്റവും സീരിയസ് ആയി എതിർക്കാൻ പോകുന്ന വിഷയങ്ങളിലൊന്നും ഇതാണ്. അതായത് ഇത് ഭർത്താവ് തന്നെ 10 വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്നൊരു ഭാര്യ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് 7 മുതൽ 10 വർഷം വരെ ജയിലിൽ കിടക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനി ഇത് ആരാ ഉപയോഗിക്കുന്നത്? ഭാര്യയുടെ അഡ്വക്കേറ്റ്സ് നാളെ ഡിവോഴ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി ബാറ്റിലിൽ പുരുഷനെ സമ്മർദ്ദത്തിലാക്കാൻ ഈസിയായി പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഈ ബില്ല് ഉപയോഗിക്കപ്പെടും. ഇതിൽ സെക്ഷൻ 5, 6, 8 ശ്രീ ശശി തരൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, കുറച്ച് ചെക്സ് ആൻഡ് ബാലൻസസിന് വേണ്ടി. പക്ഷേ ഇന്ന് 498A ദുരുപയോഗം ചെയ്യുന്നത് ഇരുട്ടി വെളുക്കുമ്പോൾ, അതായത് ഇത് നാളെ ശശി തരൂരിനെ പോലെ വളരെ പ്രഭാവശാലിയായ ഒരു വ്യക്തി അവതരിപ്പിച്ച് കൂടുതൽ സ്വീകാര്യം നേടി ബില്ലായാൽ ഇരുട്ടി വെളുക്കുന്നതോടുകൂടി ഭർത്താക്കന്മാരെ 7 മുതൽ 10 വർഷം ജയിലിൽ വ്യാജ പരാതികളിൽ ഇടാനുള്ള സാധ്യത തെളിയുകയാണ്. നാളെ ഇന്ന് പലപ്പോഴും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഡിഫൻസ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കാലതാമസം ഉണ്ടായി തുടങ്ങിയ കുറെ കാര്യങ്ങളാണ്. കാലതാമസം ഉണ്ടായി, അതിനുശേഷവും നല്ല ബന്ധത്തിലുണ്ടായിരുന്നു, അതിനുശേഷവും ഞങ്ങൾ വാട്സപ്പിൽ ചിരിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വെറുതെ വിടുന്നത്. എന്നാൽ ഭർത്താവിന്റെ കാര്യത്തിൽ ആ കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ ആവില്ലെന്ന് മാത്രമല്ല, ഭർത്താവ് തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്ത് ലൈംഗികതയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ 7 മുതൽ 10 വർഷം വരെ ജയിലിൽ ഇടാനുള്ള വകുപ്പാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ എന്റെ കേസിലേക്ക് വരുന്നതിന് മുമ്പ് ഉയർത്താൻ ആഗ്രഹിക്കുന്നത്, ശ്രീ ശശി തരൂർ ഉയർത്തിയ പ്രശ്നം സീരിയസ് ആണ്. കാര്യം 83% 18-നും 49-നും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ സെക്ഷൽ വയലൻസ് ഭർത്താക്കന്മാരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത്. അതൊരു സീരിയസ് ആയ പ്രശ്നമാണ്. അതാണ് ഈ കെട്ടിയോളാണ് എന്റെ മാലാഖ തുടങ്ങിയ സിനിമകളിൽ, ആസിഫ് അലിയുടെ സിനിമകളിലും കാര്യങ്ങളിലും ഒക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രതിവിധി ക്രിമിനലൈസേഷൻ അല്ല, പകരം അതിന്റെ പ്രതിവിധി ക്രിസ്തീയ സഭകളൊക്കെ ചെയ്യുന്നത് പോലെ മാരിറ്റൽ എഡ്യൂക്കേഷനാണ്. ആ മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം ക്രിമിനലൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഈ 2ാമത്തെ പേജ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, സുപ്രീം കോടതി 2 പ്രധാനപ്പെട്ട കേസ്, ഒന്ന് സുശീൽ കുമാർ ശർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതി ഉപയോഗിക്കുന്ന പ്രയോഗം പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികൾ ലീഗൽ ടെററിസം എന്നാണ്. ഓർക്കുക, ഈ വാക്ക് നമ്മളല്ല ഉപയോഗിക്കുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ലീഗൽ ടെററിസം, അതായത് വ്യാജ പരാതികളുടെ നിയമം മൂലമുള്ള ഭീകരവാദത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി എന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, എന്റെ കേസ് സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിയമ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കള്ളക്കേസിൽ നിന്ന് ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാനിത് വീണ്ടും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അതൊന്ന് അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന പ്രക്രിയയാണ് നോട്ടീസ് തന്നിട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണോ സംഭവിച്ചത് നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെയാണോ സംഭവിച്ചത്? കോടതികളിൽ കള്ളം പറയുന്നത്, കോടതികളിൽ കള്ളം എഴുതി കൊടുക്കുന്നതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ദയവായി ഒന്ന് അന്വേഷിക്കണം. അതായത് കോടതികളിൽ പോലീസും പ്രോസിക്യൂഷനും കള്ളങ്ങൾ എഴുതി കൊടുക്കുന്നത് എന്റെ കാര്യമല്ല, ഞാൻ ജനറലി ചോദിക്കുകയാണ്. കോടതികളിൽ കള്ളം എഴുതി കൊടുത്തു കഴിഞ്ഞാലേ നാളെ നാട്ടുകാർ എന്ത് ചെയ്യും? അതായത് ഞാൻ പലപ്പോഴും ശബ്ദം ഉയർത്തി സംസാരിച്ചു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു. അതിനെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നു, ഞാൻ അംഗീകരിക്കുന്നു. അത് അവസാനം ഞാൻ എഴുതിയിട്ടുമുണ്ട്. പക്ഷെ കോടതികൾ അങ്ങനെ കള്ളം എഴുതി കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതായത് ഒരു സൈഡിൽ പോലീസും പ്രോസിക്യൂഷനും നിന്ന് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ, എന്നോട് പറഞ്ഞ് കള്ളമെന്ന വാക്ക് പറയരുത്, വാസ്തവ വിരുദ്ധം സത്യവിരുദ്ധം എന്നൊക്കെ പറയണോ? കള്ളമെന്ന വാക്ക് വളരെ ഇമോഷണൽ വാക്കാണ്, അത് പറയുന്നത്. സത്യവിരുദ്ധവും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങൾ മറുഭാഗത്ത് സ്റ്റേറ്റ് നിന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് എന്താ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി 11-ാം തീയതി ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അതായത് 11-ാം തീയതി ജാമ്യം കിട്ടേണ്ട അവസ്ഥയാണ്. 11-ാം തീയതി ഇതേപോലെ കയറി വാസ്തവ വിരുദ്ധമായ വേറൊരു കാര്യം പറയുകയാണ്, ഒരു റിപ്പോർട്ടിനെ കുറിച്ച്. ദയവായി നിങ്ങൾ അന്വേഷിക്കണം. എന്ത് ചെയ്യാനാണ്? അതായത് ഒരു കോടതിയിൽ കയറി നിന്നവർ പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർ 4 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ. ഇതാണ് ആറ്റിറ്റ്യൂഡ്.
ഇപ്പൊ അങ്ങനെ പ്രൊസീജിയറിൽ കള്ളം പറഞ്ഞാലേ എന്താ പിന്നെ ഒരാൾക്ക് രക്ഷയും കാര്യങ്ങളും ഉള്ളത്? ഞാൻ ശരിക്കും ഒരു 3-4 വരി എന്റെ കാര്യത്തിൽ എഴുതിയിരുന്നു. ഇപ്പം ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ കോടതികളിലേക്ക് വല്ലതും മൂവ് ചെയ്യേണ്ടി വന്നാൽ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൗണ്ട് ആക്കും എന്ന് പറയാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കോടതിയിൽ പ്രസന്റ് ചെയ്ത് എങ്ങനെയാണെന്നറിയാം. അതിജീവിതയെ വീണ്ടും അധിക്ഷേപിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു. അതായത് എന്ത് ഈസി ആയിട്ട് ഫ്ലിപ്പ് ചെയ്തു നോക്കും. അതായത് രാഹുൽ മാങ്കൂട്ട് സാർ, എനിക്ക് ഞാൻ പറഞ്ഞതല്ലേ കോടതികൾ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2 ഈ വ്യാജ ബലാത്സംഗ പരാതി കേസ്, ബാക്കി പരാതി കേസിലല്ല, വ്യാജ ബലാത്സംഗ പരാതി കേസിൽ ഞാൻ പറഞ്ഞതല്ലേ കോടതി പറഞ്ഞു, സംശയം പ്രകടിപ്പിച്ചു, അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം പരാതി വ്യാജമാണെന്നല്ലേ? ഇത് തന്നെയല്ലേ കോടതി പറഞ്ഞത്? അപ്പൊ ഞാൻ ഇനി അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു വ്യക്തിബന്ധവും ഇല്ല കേട്ടോ, എനിക്ക് എന്റെ പ്രത്യേകിച്ച് സുഹൃത്തോ, ഞങ്ങൾ മറുഭാഗത്ത് നിന്ന് ഡിബേറ്റ് ചെയ്യുന്ന, പക്ഷേ അവര് വ്യാഖ്യാനിച്ച് എങ്ങനെ അറിയാം? അതിജീവിതയെ ഇനി അധിക്ഷേപിക്കും ഇയാൾ പറഞ്ഞു. എവിടെയാണ് അധിക്ഷേപിച്ചത്? എനിക്ക് സത്യം പറഞ്ഞാൽ പറയണമെന്ന് നാക്കിന്റെ അറ്റത്തുണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം, എനിക്കെതിരെ ഉന്നയിച്ച 3 ആരോപണങ്ങൾ ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്തോ എന്നൊന്ന് അന്വേഷിക്കണം. എനിക്കത് പറയാൻ പോലുള്ള ഒരു ലിബർട്ടി ഇല്ല. അതായത് എനിക്ക് നേരെ വ്യാജ കള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പരാതികളോ സത്യമല്ലാത്ത പരാതികളോ വന്നു, അത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ? എന്ത് ചെയ്യാൻ? ഞാൻ ആലോചിക്കുന്നത്, തിരിച്ച് നിങ്ങളിൽ ഒരാൾക്കോ നമ്മുടെ സഹോദരനോ മകനോ സുഹൃത്തിനോ ഇത് വരികയാണെങ്കിലേ എന്തൊരവസ്ഥയാണ്. അതായത് എനിക്കെതിരെ സത്യവിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തിട്ട് അത് സത്യവിരുദ്ധമാണെന്ന് പറയാൻ പോലും പറ്റില്ല. കാര്യം പറ്റുകയാണെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തിയതാണെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ലാസ്റ്റ് വേണ്ടത്. ഞാൻ അവസാനം എന്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനോട് അടി കൂടിയിട്ടാണ് പറഞ്ഞത്, ഞാൻ കള്ളക്കേസ് എന്തെങ്കിലും ഒരു വാക്ക് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് അർത്ഥമില്ല, കള്ളക്കേസ് എന്തെങ്കിലും ഒരു വാക്ക് വെക്കും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്റെ ഇത്രയേ ഉള്ളൂ. ശശി തരൂർ സാറിന്റെ വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. പക്ഷെ എന്റെ കാര്യം തീർച്ചയായും ഞാൻ പറയണമെന്നുള്ളത് കൊണ്ട് എന്തൊരനീതിയാണെന്ന് ആലോചിക്കണം. 16 ദിവസം എന്തൊരു അനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യവും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ഒരു കാര്യം, ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ? പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയുണ്ട്, അമ്മയില്ലേ? ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ? 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്? എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ അകത്ത് കിടക്കുകയാണ്, 8-ാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടു ചില ചാനലുകൾ, എല്ലാവരും പറയുന്നില്ല, ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ്. കോടതി എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? ഇനി ഞാൻ 1500 പേജ് വായിച്ചില്ല കേട്ടോ, ചാറ്റ് GPT-യിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത്. പറഞ്ഞു ഓരോ കാര്യങ്ങളും ശരി. അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എന്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പ് ആയിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്ത് തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി, ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് പോലീസുകാർ. നമ്മുടെ ഒറിജിനൽ ഫോട്ടോ റിയാസ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി റിയാസ്, എല്ലാവർക്കും അറിയാം റിയാസ് എന്ന് പറയുന്നത്. റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് ഫേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കിയത്. റിയാസ് വീട്ടിൽ വന്ന് ഇപ്പൊ പറയുകയും ചെയ്തു, എന്റെ ഫോട്ടോ എടുത്ത് അതിൽ പൾസർ സുനിയുടെ മുഖം വെട്ടി ഒട്ടിച്ച് അങ്ങനെയാണ്. ഇതിന്റെ കാര്യമേ 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തു. 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ, ഒരുപാട് ദൂരെ ബാക്കിൽ 2 പേര് നിൽക്കുന്നു. അത് പൾസർ സുനിയാണെന്ന് ധരിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ചു. പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ, അതുകൊണ്ട് 4 ആഴ്ചയാക്കി ജാമ്യം കൊടുക്കണം. കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിക്കും, ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ്. ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ DGP ആയിരുന്നൊരു വ്യക്തിയല്ലേ? ശ്രീലേഖ മാഡം അല്ലേ പറഞ്ഞത്? പോലീസിലെ DGP ആയിരുന്നൊരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു. ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ?
ഇത് സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ? പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ? അതായത് ഈ ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ? എന്നിട്ട് 8 വർഷത്തോളം ശ്രീ ദിലീപിനെയും കുടുംബത്തെയും വേട്ടയാടിയതിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി വളരെ കൃത്യമായ ഒരു വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി, ആ സിറ്റിംഗ് ജഡ്ജിയുടെ പേര് പറയുന്നില്ല, എന്നോട് പറഞ്ഞു വനിതകളുടെ ഒന്നും പേര് പറയരുത്, അതുകൊണ്ട് നീ വനിതകളുടെ ഒന്നും പേര് പറയരുത്, എന്തെങ്കിലും രീതിയിൽ കേസ് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ആ സിറ്റിംഗ് ജഡ്ജി, എനിക്ക് വളരെ ആദരവുള്ള ആ സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം, അവരുടെ വീട്ടുകാർക്കെതിരെ അടക്കം അധിക്ഷേപം നടത്തിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നിവേദനവും പരാതിയും കൊടുത്തു. ആർക്കെതിരെയെങ്കിലും ആക്ഷൻ എടുത്തു? ഒരു സിറ്റിംഗ് ജഡ്ജിയല്ലേ എനിക്കെതിരെ സത്യമല്ലാത്തൊരു കേസ് വന്നു, കള്ളക്കേസ്, സത്യമല്ലാത്തൊരു കേസ് വന്നു. ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ ഇത്രയധികം അധിക്ഷേപങ്ങൾ, മോശം, വീട്ടുകാരെ കുറ്റം പറഞ്ഞു, പല രീതിയിൽ അവരെ അധിക്ഷേപിച്ചു, എന്തെങ്കിലും ആക്ഷൻ എടുത്തു? അതെന്താ അങ്ങനെ? ഏതെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ വേണ്ടേ? ഇവിടെയാണ് ശ്രീമതി KR മീര ഷാരനെ കൊന്നത് ശരിയായി എന്നും ഷാരനെ കൊന്നത് മറ്റേ വിഷം കൊടുത്തു കൊന്നതിനെ ചിരിച്ചുകൊണ്ട് ന്യായീകരിച്ചിട്ട് കേസ് എടുക്കണ്ട, FIR രജിസ്റ്റർ ചെയ്തില്ല. ഞാൻ കൊണ്ട് പരാതി കൊടുത്തു, 7 ദിവസം എടുത്തു എനിക്ക് പരാതി രജിസ്റ്റർ ചെയ്തു എന്ന് തരാൻ. പോലീസുകാർക്ക് പേടിയാണ്, ഈ എടുത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനത്തിലേക്ക് വരുമ്പോ എനിക്ക് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന, 8 വർഷത്തോളമായി കേസ് നടത്തി തന്റെ നിരപരാധിത്വം തെളിയിച്ച ശ്രീ ദിലീപിനെ ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട്, അല്ലാതെ എനിക്ക് പറയാൻ പറ്റൂല. എനിക്ക് നന്നായിട്ട് അറിയാം ആരാണെന്ന്, ഞാൻ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പക്ഷെ പറയുന്നില്ല. ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട്. പക്ഷേ ആ കേസിൽ, ദിലീപിന്റെ കേസിൽ വിധി പറഞ്ഞ വനിതാ ജഡ്ജിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന ചിലരുണ്ട്. ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിച്ചു? ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ സൈബർ ആക്രമണത്തിന് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പരാതിയും നിവേദനവും നൽകിയിട്ട് എന്തെങ്കിലും ഒരു നടപടി, ഞാൻ വിഷമത്തോടെയാണ് ചോദിക്കുന്നത്, കണ്ണിൽ പൊടിയിടാനെങ്കിലും സ്വീകരിച്ചു? അതായത് പ്രത്യേകിച്ച് നടപടിയൊക്കെ ചില കണ്ണിൽ പൊടിയിടാൻ സ്വീകരിച്ചു, അങ്ങനെയെങ്കിലും സ്വീകരിച്ചു? ഇനിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പീഡന ആരോപണങ്ങൾ നിലനിൽക്കുമോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ വേട്ടയാടലും ക്യാമ്പയിനും അവസാനിപ്പിക്കും. ഞാനപ്പോ അവസാനത്തിലേക്ക് വരുമ്പോ ഇനി എന്റെ ഒരു ഇതും കൂടെ ഉണ്ട്. ഓർക്കുക, നാളെ ഇനി ഒരു കാര്യം കൂടി, എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കിപ്പോഴും ലീഗൽ ഡൗട്ടാണ്. ഞാൻ 4 പേരുടെ കേസ് എന്നാൽ കഴിയുന്ന വിധം ജയിലിൽ കിടന്നവരിൽ നിന്ന് ഏറ്റെടുക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ സംസാരിച്ചു, ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ്. 20 വർഷമൊക്കെ വ്യാജ പോക്സോ കേസിൽ കിട്ടിയ 22, 23 വയസ്സായ പിള്ളേരവിടെ കിടക്കും. എന്തൊരു ഗതികേടാണ്. അതായത് അവനും ഒരു പെൺകുട്ടിക്ക് തമ്മിൽ ഇഷ്ടമാണ്, ഒന്ന് പീഡനം ഒന്ന് പോക്സോ ഇഷ്ടമാണ്. അവരുടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിന് എതിർപ്പാണ്, സ്വാഭാവികമാണ്. ഞാനും വൈഫ് ദീപയും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു, വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു, പിന്നീട് സമ്മതിച്ചാണ്. പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെതിരെ പീഡന പരാതി കൊണ്ട് കൊടുത്തു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പീഡന പരാതി കൊണ്ട് കൊടുത്തു. എന്നിട്ട് പണ്ട് തൊട്ടേ അഫയർ ആയിരുന്നുകൊണ്ട് 17-ാം വയസ്സിൽ പോക്സോ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. 20 വർഷം അടിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തെ വിധി ഒന്ന് ചിന്തിക്കാമോ? നാളെ നമ്മുടെ മകനോ നമ്മുടെ അനിയനോ നമ്മുടെ സഹോദരനോ ആണത് വരുന്നതെങ്കിൽ 20 വർഷം കോടതിയുടെ വിധി വരുന്നത് ഒന്നുമില്ല. ഇനി വേറൊരു കൗതുകമുള്ളൊരു കാര്യമുണ്ട്. പേര് പറഞ്ഞാലേ അതിന്റെ കോൺടെക്സ്റ്റ് മനസ്സിലാവുന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം നൗഫലാണ് ഒരു പയ്യനാണ്. കാര്യം 17 വയസ്സുള്ള അവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവന്റെ ഭാര്യയാണ്, അതായത് അവന്റെ സ്വന്തം ഭാര്യ. ആ ഭാര്യയാണ് ഇവരുടെ സ്ഥിരം. ഞാൻ ചോദിച്ചു, എന്താ അവരെ പോക്സോയിൽ വന്നത്? ചേട്ടാ, എന്റെ വൈഫാണ്, അവള് +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ കൗൺസിലിംഗ് ഒരു പരിപാടിയുണ്ട്. ആ കൗൺസിലിങ്ങിന് പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് മിനിമലായിട്ട് പരസ്പരം ഷെയറിംഗ് ഓഫ് അഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ഒരു ഷെയറിംഗ് ഓഫ് അഫെക്ഷൻ, പ്രൈവറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ കുട്ടി കൗൺസിലിംഗിൽ പറഞ്ഞാലും പോക്സോയ്ക്ക് റിപ്പോർട്ട് ചെയ്തു, അവനെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇവനെ കാണാൻ വരുന്നത് ഇവൻ പോക്സോ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഭാര്യയും ഭാര്യയുടെ അച്ഛനും കൂടെയാണ്. വീട്ടുകാർക്ക് പ്രശ്നമില്ല, അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല, കുട്ടിക്ക് പ്രശ്നമില്ല, കല്യാണം കഴിച്ചു, ഇപ്പൊ അവന്റെ ഭാര്യയാണ്, ഇപ്പോഴും ജയിലിൽ കിടക്കാണ്. കൂടുതലൊന്നും അപ്പുറത്ത് പൂജപ്പുര സെന്റർ ജയിലിൽ കിടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ ഞാൻ മെഡിക്കൽ കോളേജ്, ഞാൻ 4 സ്ഥലങ്ങളിൽ കിടന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ എന്റെ തൊട്ടിപ്പുറത്ത് കിടന്ന മെന്റലി കുറച്ച് ബുദ്ധിമാന്ദ്യമുള്ള കൂലിപ്പണിക്ക് പോകുന്ന ഒരുത്തനുണ്ട്. ആ കൂലിപ്പണിക്ക് പോകുന്ന ആള് ഇപ്പോഴും മെഡിക്കൽ കോളേജ് കിടന്നു, നിങ്ങൾ പോയാൽ കാണാം. കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തി, ഇവൻ ഈ സ്കൂളിലെ പിള്ളേർ അവനെ സ്ഥിരം ഇങ്ങനെ കളിയാക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും. അവൻ പേടിച്ച് ഒരു കുട്ടിയെ, പിള്ളേരെ പേടിപ്പിച്ചപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, അതായത് എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അവന് പോക്സോ 20 വർഷം ഇവിടെ കിടന്നു. ഇത് നിങ്ങൾ ഇത് കഴിഞ്ഞ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് കൂടെ പറയാം. പേരടക്കം ഞാൻ എഴുതി വെച്ചോണ്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസിൽ ഇന്റർഫിയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പേര് പറയാത്തത്. ഇതൊക്കെ നമുക്ക് സംഭവിച്ചുകൂടെ? ഇത് എന്റെ മക്കൾക്ക്, എന്റെ വീട്ടിൽ 2 ആൺകുട്ടികളാണ് വളർന്നു വരുന്നത്.
ഇനി നാളെ അവന് 17 വയസ്സോ 16 വയസ്സോ ഉള്ളപ്പോഴും എന്തെങ്കിലും പിള്ളേരല്ലേ, നിങ്ങളൊക്കെ +2 പഠിക്കുമ്പോൾ മറ്റേ ശ്രീരാമന് വരിച്ചതിനൊക്കെ ആയിരുന്നു, ഞാനായിരുന്നില്ല. നമുക്കൊക്കെ അത്യാവശ്യം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെന്നോ ആ പെൺകുട്ടി ഞാനും തമ്മിൽ ഉടക്കി ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ 20 വർഷമാണ്. പിന്നെ വർഷങ്ങളെടുക്കും ജാമ്യം കിട്ടാൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ ഹാർട്ട് സർജറി ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിലായിരുന്നു, ഇപ്പം പുതിയപ്പള്ളിയിലേക്ക് പോയി. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്നെ ദേഷ്യമാണ്. ഇവർ മാറുന്നില്ല. പെൺകുട്ടിയുടെ പേരിൽ അച്ഛനും അമ്മയിൽ നിന്ന് പരാതി കൊടുത്തു. ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ് 1.5 വർഷമായിട്ട് കിടക്കുക. ഒരു മനുഷ്യജീവിതം ഇല്ലാതാകുകയല്ലേ. അപ്പൊ ആ മനുഷ്യജീവിതം ഇല്ലാതാകുന്ന കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓർമ്മിക്കുന്നത്, നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കാര്യം കൂടെ, ആളുടെ പേരെടുത്ത് പറയാൻ ഞാൻ പറയാം. നമ്മളിൽ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിൽ ഒന്നിന്റെ ഏറ്റവും തലതൊട്ടപ്പനായ ഏറ്റവും മികച്ച ആങ്കറിൽ ഒരാളായ എന്റെ സീനിയർ ആയിരുന്നു പുള്ളി. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ YMCA അടക്കം ഉണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹത്തിനും ഒരു പ്രമുഖ റിപ്പോർട്ടർക്കും എതിരെ ഇതേപോലെ വ്യാജ ബോക്സോ ഒന്നില്ലേ. അത് വരുമ്പോഴേ അതിന്റെ വേദന അറിയൂ. പക്ഷെ അവർക്ക് ആ വേദന അറിഞ്ഞോന്ന് എനിക്കറിയില്ല. കാര്യം അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടൊന്നും തോന്നില്ല വേറൊരാളുടെ കാര്യത്തിൽ ഇത് പറയുമ്പോൾ. നാളെ നിങ്ങൾക്ക് വന്നാലോ, ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ്, പുള്ളിക്ക് മാത്രമല്ല പുള്ളിയുടെ മേളിലിരിക്കുന്ന എന്റെ സീനിയറായ പഠിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും പുള്ളിയെ 1-ാം പ്രതിയാക്കി ബോക്സ് വന്നു. പുള്ളിക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയും പ്രൊഫസറും അല്ലെങ്കിൽ നല്ലൊരു ചാനലും ബാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് കിട്ടി. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് പോയെങ്കിലോ. എന്തിന് മുകേഷിന്റെ കാര്യം കൂടെ വേറെ തത്വമൊന്നും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പേര് പറയാൻ കഴിയുന്ന ഒരാൾ എനിക്കുള്ളതുകൊണ്ട് മുകേഷിന്റെ കാര്യം. മുകേഷ് ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചതാണ്. 6 മാസത്തിന് ശേഷം 6 മാസത്തിന് ശേഷം ഒരു ബോക്സ്. ഈ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആ പയ്യൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ പയ്യൻ എന്നെ വിളിച്ച് സംശയം. ഞാൻ പറഞ്ഞു, മോനെ എന്തുവാടാ നീ ചെയ്യുന്നത്? ചേട്ടാ നമ്മൾ ചെറിയ പ്രശ്നം. ഞാൻ പറഞ്ഞു, പ്രശ്നമുണ്ടോ? ഇനി അടിച്ചത് വേണമെങ്കിൽ അടി കൊടുത്ത് ബോക്സ് വ്യാജ ബോക്സ് കൊടുത്താണോ തീർക്കുന്നത്? ദൈവം സഹായിച്ച് കോടതികളുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കോടതി ഇടപെട്ട് മുകേഷിനെതിരെയുള്ള ബോക്സോ മാറ്റി. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കി, വീട്ടുകാരൊക്കെ ഇല്ലേ? വീട്ടിൽ മോളും മകനും ഒക്കെ ഇല്ലേ? അല്ലെങ്കിൽ വീട്ടുകാരും മക്കളും ബോക്സോ ഇല്ല മാത്രമല്ല കോടതി അത് അംഗീകരിച്ച് എടുത്തു മാറ്റി പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് എന്താ ഇപ്പൊ ഇട്ടേന്നറിയോ? സാമൂഹ്യ മാധ്യമങ്ങളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ ചിത്രം പങ്കുവച്ചു. കേട്ടോ, അതൊന്നും വേറെ വല്ല ചിത്രമാണെന്ന്. ആ കുട്ടി സ്വന്തം സമ്മതിയോടെ അഭിനയിച്ചപ്പോ ബാലേന്ദ്ര മേനോൻ നമ്മുടെ ആ കുട്ടി ഷെയർ ചെയ്തതാണ്. അത് കാര്യമല്ല, അങ്ങനെ ചെയ്യാം, നമുക്ക് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അതിന്റെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇന്നലെ ഒരു പ്രമുഖ ചാനൽ എന്നെ കളിയാക്കി വിമർശിച്ചു പറയാണ്, രാഹുൽ ഈശ്വറിന്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന ആള് പോക്സോ കേസിൽ പ്രതിയായിരുന്നു. എന്ത് ഈസിയാണ് ഒരാളുടെ ജീവിതത്തിൽ. ഇനി എപ്പോഴും മുകേഷ് നായർ നടിച്ചു നോക്കിയാലോ ബാക്കിയോ ഈ പേരല്ലേ വരും. ഈ കോടതി അങ്ങ് ചോദിച്ചതുപോലെ എന്താ അറിയാമോ, പോക്സോ മാറ്റി എന്നുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല. അത് കൊടുത്തില്ല. കേസ് വന്ന സമയത്ത് നല്ല ഗംഭീരമായ എന്റെ ഫേസ്ബുക്കിൽ വന്ന ഞാൻ മീശ വിരിച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ഗംഭീരമായ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത് പോക്സോ കംപ്ലീറ്റ്, പോക്സോ 7 and 8 പോക്സോ ഉൾപ്പെടുന്ന എല്ലാ ചാർജും പോലീസ് റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഒരു മാധ്യമം ഒഴിച്ച് ബാക്കി ഒറ്റ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതിലൊക്കെ അതാണ്, നിങ്ങൾ ഈ കേസ് വരുമ്പോ FIR ഇടുമ്പോ വാർത്ത കൊടുക്കും. FIR ഇട്ടതേ ഉള്ളൂ. FIR ഇട്ടപ്പോ കൊടുത്ത വാർത്ത ശിക്ഷിച്ചിട്ടില്ല, പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു FIR ലോഡ്ജ് ആയപ്പോ ഗംഭീരമായ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. പ്രമുഖ ഇൻഫ്ലുവൻസർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ്. പക്ഷേ ഇന്നലെ ഒരു ചാനലില് രാഹുൽ ഈശ്വറിന്റെ സൈഡിൽ നിൽക്കുന്ന ആരാ? പോക്സോ കേസിൽ ആരോപണ വിധേയനായ മുകേഷ് നായർ. ഇത് നിങ്ങൾ ഒരു നിമിഷമേ, എനിക്ക് ഒരു പാരാഗ്രാഫും കൂടെ അതിനു മുമ്പ് ഇത് ഒരിക്കൽ നിങ്ങൾക്ക് വരുന്നു എന്ന് ആലോചിച്ചു നോക്കും. ഒരിക്കൽ എന്തെങ്കിലും നിങ്ങൾക്കും വ്യക്തിപരമായ ആരെങ്കിലും ദേഷ്യമൊക്കെ ഉള്ളവരുണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ പരസ്പര ശത്രുതയോ, വീടിന്റെ തർക്കമോ, അതിർത്തി തർക്കമോ, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കൾ ശത്രുക്കളായതോ, പ്രൊഫഷണൽ ജലസിയോ ദേഷ്യമുള്ളവരുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു ബോക്സ് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ആ ലേബലാണ്. ആ ലേബലിൽ എന്തിനാണ് നമ്മളിങ്ങനെ ആണുങ്ങൾ അടിമകളായി ജീവിക്കുന്നത്? ഈ നാട്ടിന് നമുക്ക്, ഞാൻ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, എന്റെ വൈഫ് എല്ലാവരുടെയും ഫ്രണ്ട് വെച്ചാൽ എന്റെ കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞ് കാല് പിടിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, ദീപ, നമുക്ക് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് അടിമ കിടക്കാനല്ലെന്ന്. എന്തിനാണ് നമ്മൾ ഈ അടിമ കിടക്കുന്നത്? എന്തിനാണ് ഈ പേടിയാണ്. അവിടെയാണ് അതിലെ പോയിന്റ്. ഈ ഭയം വെച്ചാണ് ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ട് വന്ന പല കാര്യങ്ങളും ഉണ്ട്. അതായത് മാധ്യമങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ജയിലിലിരുന്ന് പേന കിട്ടുന്ന ഏക അവസരത്തിൽ, പെറ്റീഷൻ എഴുതാൻ കൊടുത്ത അവസരത്തിൽ ഞാൻ സാറേ ഒന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചാൽ 2 മിനിറ്റ് എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്നെ 2-3 കാര്യങ്ങൾ പറയാൻ സംഭവിച്ചില്ല. പിന്നീട് കോടതിയുടെ വിധി മുഴുവനായിട്ട് ഞാൻ വായിച്ചു. കോടതിയുടെ വിധിയിൽ അത് എടുത്തു പറയണേ, കോടതിയുടെ വിധിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു വിലക്കുമില്ല. എനിക്ക് കോടതി തന്നിരിക്കുന്ന കണ്ടീഷനിൽ യാതൊരു വിലക്കുമില്ല. പക്ഷെ പറഞ്ഞു പേടിപ്പിക്കുക. വീട്ടുകാരനെയും കുഴപ്പമില്ല, ഭാര്യയും അമ്മയും എല്ലാം പറയുന്നത് ഇങ്ങനെ സംസാരിക്കരുതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അവസാനം ഈ കുട്ടികൾ ജയന്തന്റെ കേസില് സുപ്രീം കോടതിയിൽ അടക്കം നടന്നൊരു വാദം രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ് മീറ്റ് വിളിച്ചു എന്നാണ്. അതുകൊണ്ട്
ഇത് പറയുന്നതിന്റെ സീരിയസ്നെസ്സുകൾ ആലോചിച്ച് നോക്കുക. ഞാൻ വിളിച്ചൊരു കോഴിക്കോട് പ്രസ് മീറ്റ് വിളിച്ചു തോന്നി കുട്ടികൾ എന്താ കേസ് എന്താ. പക്ഷേ ഇത് എന്തുകൊണ്ട് എത്ര കാലമാണ്, എത്ര സമയമാകും. അണ്ട് ഇനി ഒരു കാര്യം കൂടെ, എന്റെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കാനും ആഗ്രഹിക്കുന്നു. അത് പറയണം, അത് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഞാൻ ഉയർത്തിയ വാദങ്ങളുടെ പ്രാധാന്യവും കാലിക പ്രസക്തിയും, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അമിത മൂർച്ചയും അഗ്രസീവായ സ്വരം, ടോൺ കാരണം ഓവർ ഷാഡോ ആയി എന്ന വിമർശനം ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. കോടതികളിലെ മാധ്യമങ്ങളിലെ വിമർശനം ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അതെന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ഉണ്ടാവും. അത് പറയുന്നതിന്റെ കാരണം ഈ ഇഷ്യൂ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വരണം. ഇപ്പോ രാജ്യസഭയിൽ അത് അവതരിപ്പിച്ചു. നമ്മൾ അതിനു മുമ്പ് എത്രയോ മുമ്പ് പ്രിപ്പയർ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാ ബില്ല് കിട്ടിക്കാണും. നമ്മൾ രാജ്യസഭയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞ വലിയ കാര്യം. എത്രയോ മുമ്പ് ഞാനടക്കമുള്ള ഒരു മാസങ്ങൾ പണിപ്പെട്ടാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പൊ ഇനി അതിന്റെ ഒരു കൗതുകം കൂടിയുണ്ട്, നിങ്ങൾ കൊടുക്കണം. അതിനെ ഏറ്റവും എതിർത്ത ആള്, അതായത് പുരുഷ കമ്മീഷൻ ബില്ലിനെ ഏറ്റവും എതിർത്ത ആള് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നോടാ പറഞ്ഞത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പുരുഷ കമ്മീഷൻ ബില്ലിന്റെ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, അത് ശ്രീ VD സതീശനോട് ഞാൻ പറഞ്ഞാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാണ് ഏറ്റവും എതിർത്തത്. ഞാൻ പറഞ്ഞു ഇപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ ആൾക്കാർക്ക് ഇതിന്റെ ഇഷ്യൂ മനസ്സിലാകും. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നാളെ മുകേഷ് എന്നെ ദുബായിൽ നിന്ന് കണ്ടതുപോലെ ഒരു ചോദ്യം നിങ്ങളോടായിട്ട് ചോദിക്കാം. ഞാൻ നെഗറ്റീവായി പറയുകയല്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നാളെ ഇതേപോലൊരു വ്യാജ പരാതി വന്നാലേ നമ്മുടെ കൂടെ നിൽക്കുന്ന എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും? പെട്ടെന്ന് നമ്മൾ അസ്പർശ്യനാവും, പെട്ടെന്ന് നമ്മൾ അൺടച്ചബിൾ ആവും, പെട്ടെന്ന് നമ്മുടെ ഫോൺ വിളിച്ചാൽ സുഹൃത്തുക്കൾ എടുക്കാതാവും, പെട്ടെന്ന് നമ്മൾ വിളിച്ചാൽ പിന്നെ എന്തെങ്കിലും ഭാര്യയും തൊല്ലയാവും, ഇവൻ പ്രശ്നക്കാരനാവുമോ? ഇത് നാളെ നമുക്കുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന മനസ്സിലാവും. എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരല്ല, അവർ ചിലപ്പം കുറച്ച് ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ജീവിതത്തിലെ വേദന കൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ അഥവാ വിദേശ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെ കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ അക്യൂസ്ഡിന്റെ പേരും വിക്ടിം പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഉണ്ടാകണം. അക്യൂസ്ഡിന്റെ പേരും ശരിക്കും കംപ്ലൈന്റന്റ് എന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ ഇന്ന് കോടതി വിധികളും മറ്റും തീർച്ചയായിട്ടും വിളിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിജീവിത എന്നൊക്കെയാണ്. ശരിക്കും അതിജീവിത എന്നൊരു ടെർമിനോളജി ഇല്ല, ഇരാന്നൊരു ടെർമിനോളജി ഇല്ല. കംപ്ലൈന്റ്, പരാതിക്കാരി അല്ലെങ്കിൽ ആവലാതിക്കാരി എന്നാണ് പോലീസുകാർ എഴുതുന്നത്. കോടതിയുടെ ഭാഷയിൽ പരാതിക്കാരി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർക്കുക, പരാതിക്കാരിയെ നിങ്ങൾ ഇരയെന്നും അതിജീവിതയെന്നും പറയുമ്പോൾ ഓൾറെഡി കേസ് പ്രജുഡിസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓൾറെഡി അവർക്ക് പ്രശ്നം പറ്റിക്കഴിഞ്ഞു എന്നാണ്. പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. സ്ത്രീപക്ഷ നിലപാടിന്റെ കാര്യമായി പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ മറുഭാഗത്ത് പുരുഷനെ വേട്ടക്കാരൻ എന്ന് വിളിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ നമുക്ക് കാണിക്കണം. അതുകൊണ്ട് അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പം ചില രാജ്യങ്ങളിൽ Xഉം Yയും Aയും Bയും എന്നൊക്കെയാണ് ഇടുന്നത്. അതായത് അതിജീവിതയുടെ പേര്. ശ്രീ ദിലീപിന്റെ കേസിൽ അതിജീവിത വളരെ ജെനുവിനാണ്. കാര്യം അവർക്ക് അക്രമം നേരിട്ടതാണ്. ശ്രീ ദിലീപിനെ കള്ളക്കേസിൽ ഡ്രാഗ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അക്യൂസ്ഡിന്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ജീവിതകാലം മുഴുവൻ വ്യാജ പരാതിയിലൂടെ കരിയർ, സമ്പാദ്യം, ജീവിതം തകർന്ന അവസ്ഥയിൽ പല വ്യക്തികളും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എത്തുകയും ചെയ്യും. നാളെ അത് നമ്മുടെ മകൻ, അച്ഛൻ, സഹോദരനാകാം. നിരപരാധിയെങ്കിൽ അവനൊപ്പവും അവൾക്കൊപ്പവും എന്ന് പറയുന്നത് പോലെ അവനൊപ്പവും നമ്മൾ നിൽക്കണം. രാജ്യസഭയിൽ ശ്രീ അശോക് കുമാർ മിത്തൽ പുരുഷ കമ്മീഷൻ ബിൽ 2025 അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സ്പീക്കറിന്റെ അനുമതി കിട്ടിയിട്ട്, ഞാൻ ഈ പറയുന്നത് പ്രൊസീജിയറാണ്, സ്പീക്കറിന്റെ ശ്രീ ഷംസീറിന്റെ അനുമതി കിട്ടിയിട്ടും ഇപ്പോഴും ബിൽ അവതരിപ്പിക്കാൻ കഴിയാത്തത് നിങ്ങൾ മാധ്യമങ്ങൾ എന്തു പറയുമെന്ന് കോൺഗ്രസിലെ ചില ആൾക്കാർക്ക് പേടിയുള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ആ ആൾക്കാരെ അറിയാം, അവരോട് ചോദിക്കാമല്ലോ. സ്പീക്കർ അനുമതി കൊടുത്തു, സ്പീക്കർ പ്രസന്റ് ചെയ്യാൻ ഡേറ്റ് കൊടുത്തു, ബില്ലായി. നിയമസഭ 246 ബില്ല് എല്ലാ 140 MLA-മാർക്കും കോപ്പി കൊടുത്തു. ഇതുവരെ അവതരിപ്പിക്കാൻ പറ്റാത്തത് നിങ്ങൾ മീഡിയക്കാർ അവരെ സ്ത്രീ വിരോധികളായി ചിത്രീകരിക്കുമെന്ന് വിചാരിച്ചാൽ. അതുകൊണ്ട് നമുക്ക് അമ്മയും സഹോദരിയും മകളും മാത്രമല്ല, അച്ഛനും സഹോദരനും മകനും കൂടി ഉണ്ട് എന്ന് ആലോചിക്കണം. വീട്ടിൽ നമ്മുടെ മകളെ ശക്തമായി നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ മകനെ തെള്ളിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് മാത്രം താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് വളരെ സീരിയസ് ആയി ഈ കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബില്ല് നിയമസഭയുടെ അവതരിപ്പിക്കാനുള്ള അനുമതി കിട്ടിയിട്ട് ഡിലേഡ് ആയി കിടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചിട്ട് ഡിലേഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കണമെന്നില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക്, ഞാൻ ആലങ്കാരികമായി പറയുന്നതല്ല, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മാധ്യമങ്ങൾ നമ്മളെ സ്ത്രീ വിരുദ്ധരെന്ന് ചിത്രീകരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ട.
നിയമസഭയിൽ ബില്ലായി കിടക്കുന്ന ഒരു കാര്യമാണ്. അത് ദേശീയ തലത്തിൽ അവതരിപ്പിച്ചു, നല്ലതാണ്. ശ്രീ ശശി തരൂറിന്റെ ബില്ലിലും അദ്ദേഹത്തെ ഞങ്ങൾ കണ്ട് ക്യാമ്പയിന്റെ മെറ്റീരിയലായി കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നിവേദനമായി തന്നെ കൊടുക്കുന്നുണ്ട്. അക്യൂസ്ഡിന്റെ റൈറ്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാളെ ഹസ്ബൻഡും വൈഫും കൂടെ അടികൂടുകയാണ്. വൈഫിന്റെ സുഹൃത്തിനോട് പോയി പറയും ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഒരു കാര്യം ചെയ്യും, റേപ്പ് കേസ് കൊടുത്തിടാന്ന് പറയും. റേപ്പ് കേസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അവന്റെ ജോലി നഷ്ടപ്പെടും. കാര്യം പറയും, വ്യക്തിയും പേപ്പറിലും കാര്യങ്ങളിലും ഒക്കെ വാർത്തകളും കാര്യങ്ങളും വരും. പിന്നീട് അവനെ അക്വിറ്റ് ചെയ്താലും വാർത്ത ഭരിച്ചു വരില്ല, അവന്റെ കരിയർ പോവും, അവന്റെ ശമ്പളം പോവും. അവസാനം ഈ ഹസ്ബൻഡ് എന്തെങ്കിലും പറ്റട്ടെ എന്ന് പറഞ്ഞ് ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ ലീഗൽ ടെററിസം എന്നാണ് സുപ്രീം കോടതി വിളിച്ചത്, ഞാനല്ല, എന്നാണ് സുപ്രീം കോടതി വിളിച്ചത്. ലീഗൽ ടെററിസം എന്ന വാക്കിൽ അതിന്റെ അപ്പുറമുള്ള ലീഗൽ ടെററിസത്തിന്റെ അവസ്ഥയിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട് വിത്തൗട്ട് ചെക്സ് ആൻഡ് ബാലൻസസ്. സുശീൽ കുമാർ ശർമ്മ കേസിലാണ് വിളിച്ചത് ലീഗൽ ടെററിസം. സുപ്രീം കോടതിയാണ് വിളിച്ചത്. ആ വാക്കിനി ഞാൻ ഉപയോഗിച്ചു എന്ന് പറയരുത്. സുപ്രീം കോടതി പറഞ്ഞ വാക്ക് വെർബാറ്റിം കോട്ടിയിരിക്കുകയാണ് വിത്ത് കേസ് ആൻഡ് സൈറ്റേഷൻ. അപ്പോ ഇത് ദയവായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും മൂർച്ച കൂടിയതോ അഗ്രസീവായ ടോണിലോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിമർശനം ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു, ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. എന്റെ വാക്കുകളിലും പ്രവർത്തികളിലും അത് തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. പലതവണ റിപ്പീറ്റ് ചെയ്ത് മാറി മാറി എഴുതി പ്രിന്റ് ഔട്ട് എടുക്കാൻ താമസിച്ചുകൊണ്ടാണ് 15 മിനിറ്റ് താമസം. അതിനും കൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ. രാഹുലിപ്പം ജയിലിൽ കിടക്കാൻ ഇടയായ ഒരു കാര്യമുണ്ട്. അതേ കുറ്റമല്ലേ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്? നിങ്ങൾ എത്ര ഈസി ആയിട്ടാണ് ഒരു റേപ്പുമായി ഒരു കുറ്റത്തിനെ നോർമലൈസ് ചെയ്യുന്നത്? എല്ലാ കാര്യത്തിലും സംശയത്തിനൊരു ഇടപെടൽ ഉണ്ടെങ്കിലും ഒരു വിക്ടിം മുമ്പോട്ട് വന്ന് തുറന്നു പറയുമ്പോൾ, അതായത് ഇത്രയും മോശമായൊരു ക്രൈം നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ഇരുന്നിട്ട് വളരെ നോർമലൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോഴും അതിജീവിതകളെ അപമാനിച്ചോണ്ടില്ലേ? ഒറ്റ ചോദ്യത്തിൽ ഫുൾ ചോദ്യം ഞാൻ എടുക്കാം. ഉമ്മൻചാണ്ടി സാറ് വേട്ടക്കാരനും സരിത അതിജീവിതയാണോ? ആണോ? താങ്കളുടെ അഭിപ്രായം എന്താ? നിശ്ചയിക്കട്ടെ എന്നുള്ള നിശ്ചയിച്ചല്ലോ. ഞാൻ പറഞ്ഞത് ഒരു കീഴ്ക്കോടതിയുടെ വിധി മാത്രം നമ്മൾക്ക് അവസാന വാക്കല്ല ഒരു നിയമത്തിൽ. സുപ്രീം കോടതി പോയിട്ട് താങ്കൾക്ക് അഭിപ്രായം ഞാൻ ചോദിച്ചത്, ഞാൻ പേഴ്സണൽ കോൺഫ്രണ്ടേഷൻ അല്ല, ഈ മനസ്സിൽ എല്ലാവരുടെയും ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടി വേട്ടക്കാരനും സരിത എന്ന പേര് എനിക്ക് ഇപ്പം പറയാം, വേറൊന്നും കൊണ്ടല്ല. ഓൾറെഡി കോടതിയുടെ വിധി വന്നു, അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇനി ആ പേരും പറയുന്നത്. എന്നോട് ഒരു സ്ത്രീകളുടെ പേര് പറയാം. ഉമ്മൻചാണ്ടി പരാതിക്കാരി. എനിക്ക് അതിജീവിതം എന്ന് വിളിക്കാൻ പറ്റൂല, എനിക്ക് അവനെ അത് യഥാർത്ഥത്തിൽ അതിജീവിത എന്ന വാക്കിനോട് നമ്മൾ ജസ്റ്റിസ് ചെയ്യണമല്ലോ. ആ വാക്കൊരു സേക്രഡ് വാക്കാണ്, ആ വാക്ക് മിസ്യൂസ് ചെയ്യാൻ. ഞാൻ ഒറ്റ ചോദ്യത്തിൽ കൊടുക്കാം. അങ്ങയുടെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടി വേട്ടക്കാരനും പരാതിക്കാരി അതിജീവിതയുമാണോ? ഇതൊരു ഡൈവേർഷൻ ടാക്ടിക്സ് ആണ്. We are not talking about individual cases here. We are not talking about individual cases. We are talking about a general concept. Very nice. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ഇത് അങ്ങ് പറഞ്ഞ ഈ വാദഗതി ഏറ്റവും ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. പക്ഷെ ഇതാണ് ലീഗൽ പ്രിൻസിപ്പിളിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡൈവേർഷൻ. ഞങ്ങൾ ഇൻഡിവിജ്വൽ കേസുകളെ കുറിച്ചല്ല സംസാരിക്കുന്ന, പ്രിൻസിപ്പിളാണ്. എന്ത് പ്രിൻസിപ്പിൾ? ഇൻഡിവിജ്വൽ കേസില്ലാതെ എന്ത് പ്രിൻസിപ്പിൾ ആണല്ലോ? എന്തിനെ കുറിച്ച്? ആ കേസിനെ കുറിച്ച് ഞാൻ പറയാം, എനിക്ക് പണിയൊന്നുമില്ല. ഞാനൊന്ന് മാഡത്തിന്റെ ഒന്ന് പറഞ്ഞിട്ടെ കാര്യം ഓരോന്നായിട്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാണ്. ഉമ്മൻചാണ്ടി സാർ എങ്കിലും, ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഫോക്കസ് ചെയ്ത് പറയുന്ന ഒന്നുകൊണ്ടല്ല, ഉമ്മൻചാണ്ടി സാർ എങ്കിലും ഈ വേട്ടക്കാരനല്ല നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലേ നമ്മളോട് ചെയ്യുന്ന നമ്മളോട് ഇനി മുകേഷ് എംഎൽഎയുടെ കേസ്, ഞാൻ CPM കാരനല്ല, ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ മുകേഷിന് അനുകൂലമായി കോടതി വിധികളുണ്ട്. ഈ മാഡം പറഞ്ഞ വളരെ സ്പെസിഫിക് ആയ കേസ്, മാഡം ആ സ്പെസിഫിക് ആയ കേസ് ചോദിച്ചാൽ എനിക്ക് സന്തോഷമാണ്. കാര്യം എന്താ അറിയോ? സ്പെസിഫിക് ആയ കേസിലെ നമുക്ക് നിലപാട് പറയാൻ പറ്റൂ. ജനറൽ പ്രിൻസിപ്പിൾ പറയാൻ വളരെ എളുപ്പമാണ്. അതിനെയാണ് നമ്മൾ മദർഹുഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ ആരെങ്കിലും റേപ്പിനെ പിന്തുണയ്ക്കോ? ഇല്ല. പക്ഷെ വ്യാജ റേപ്പ് ആണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടലിന്റെ സ്പെസിഫിക് കേസ് എടുക്കാം. 2 പരാതികൾ വന്നല്ലോ. 2 പരാതികളിലും 3, അതായത് ആദ്യത്തെ പരാതിയിൽ 3 സ്ഥലത്ത് വെച്ച് പീഡനം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്, വേറെ ആരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. 3 സ്ഥലത്ത് വെച്ച് കോടതി അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞില്ലേ? അത് മാറ്റിയില്ലേ? അയ്യോ, ഒരു സെന്റ് പറഞ്ഞില്ലേ? ഒരു സെന്റ്. പിന്നെ ഏത് കേസിൽ നിലനിൽക്കുന്നാ പറഞ്ഞത്? പ്രഗ്നൻസി കഴിഞ്ഞുള്ള അബോർഷൻ, അതായത് നിർബന്ധിത അബോർഷൻ കേസാണ് നിലനിൽക്കുന്നതെന്നല്ലേ കോടതി പറഞ്ഞത്? പിന്നെന്താ സാർ പറയും? എന്റെയും കൂടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പരാതിക്കാരിയെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ
കോടതി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ വെർബാറ്റിം കൂട്ടി ചെയ്യാൻ കുഴപ്പമില്ല. ആദ്യത്തെ കേസ് ഞാനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ കേസ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ല ഒരു സെക്കൻഡ് തെറ്റുകാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? ശരി ഒരു സെക്കൻഡ് ഞാൻ മാഡത്തിലേക്ക് തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞു. ശരി ഒരു സെക്കൻഡ്. അപ്പോ നമ്മുടെ നിയമത്തിന്റെ ബേസിക് പ്രിസംപ്ഷൻ എന്താ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. അതൊക്കെ മാറിയോ? എ പേഴ്സൺ ഈസ്, ഇത് രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയതല്ല. അല്ല ഒരു സെക്കൻഡ്. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാന മാക്സിമാണ്. ഒന്ന് ഞാൻ ഒരു സെക്കൻഡ് എന്താ അറിയാമോ, ഞാനാണോ അല്ല എന്താ അറിയാമോ മാഡം, ഞാൻ പറയുന്നതിനെ തീർത്തു പറഞ്ഞില്ലെങ്കിലേ, അതായത് ഞാൻ പറയുന്ന ഒരു കാര്യത്തെ കംപ്ലീറ്റ് ആയി പറഞ്ഞില്ലെങ്കിൽ പകുതി വെച്ച് അവർ കട്ട് ചെയ്ത് പറയും. ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞതിനോട് താങ്കൾക്ക് പറഞ്ഞു മറുപടി പറഞ്ഞോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് ഇത് കോടതി പറഞ്ഞു. അപ്പോ ആണല്ലോ, ആർക്കും തർക്കമില്ലല്ലോ. സാർ തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇപ്പൊ അങ്ങനല്ലേ? തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇനി രണ്ട്, നമ്മുടെ ലീഗൽ മാക്സിം, ഞാൻ ലോ കൂടെ പഠിച്ചുകൊണ്ടാണ്, ഒരുപാട് പ്രാക്ടീസിംഗ് അനുഭവമൊന്നുമില്ല. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി, ഇതാണ് ഒന്നാമത്തെ മാക്സിം. രണ്ടാമത്തെ എന്താ അറിയാമോ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത്. ഇതൊന്നും രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട കോടതികളും കോൺസ്റ്റിറ്റ്യൂഷനും ഈ രാജ്യത്തിന്റെ ഫോർ ഫാദേഴ്സും പറഞ്ഞതാണ്. സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെന്ന് ഏത് കോടതി പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? ഇനി രണ്ട്, ഈ മുകേഷ് നായരുടെ കാര്യത്തിൽ, ഇനി മുകേഷിന്റെ കാര്യത്തിൽ എനിക്ക് മാഡത്തിന്റെ ഉത്തരം കൂടെയാണ്. മുകേഷിനെ വെച്ച് പറയാം, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുകേഷിന്റെ കാര്യത്തിൽ കുറ്റക്കാരനല്ലെന്ന് കോടതി എവിടെ പറഞ്ഞു? പോക്സോ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറ്റക്കാരനല്ലെന്നാണ്. പോക്സോ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? കുറ്റക്കാരനല്ലെന്നല്ലേ. അപ്പൊ ഇനി എന്ത് പറയാന്നറിയാമോ? വേണമെങ്കിൽ മുകേഷിനെ അപകീർത്തിപ്പെടുത്താൻ, മുകേഷിന്റെ കാര്യമാണ് പറയാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല. മുകേഷിന്റെ കാര്യത്തിൽ എന്ത് പറയാന്ന് എനിക്കറിയാമോ? അത് കോടതി തെളിവുകളുടെ അഭാവത്തിൽ വിട്ടു. തെളിവുകളുടെ അഭാവത്തിൽ വിട്ടു എന്ന് പറഞ്ഞാൽ ഇനി ദിലീപിന്റെ കാര്യത്തിലേക്കാ വരുന്നത്. ഞാൻ സ്പെസിഫിക് കേസ് തന്നെ വരും. ഞാൻ മുകേഷിനെ വെച്ച് പറയണത് എന്താ അറിയാമോ? വേറൊരു കേസിനെ കുറിച്ച് കമന്റ് ചെയ്യണമെന്നുള്ള മുകേഷിന്റെ കേസ് ഇതായതുകൊണ്ടാ. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് മുകേഷിന്റെ കേസ് അറിയാമെങ്കിൽ ഞാൻ ഒരു വരിയിൽ പറയാം. മുകേഷ് ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയി 6 മാസത്തിന് ശേഷം പോക്സോയുടെ കേസ് കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖനായ മീഡിയയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, ആ കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ആ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ ജയിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അത് വരെ, അതായത് ആശയപരമായി ഈ വിഷയങ്ങളിൽ ഇനിയെങ്കിലും നമുക്കത് പറഞ്ഞൂടെ? ഇനി താങ്കൾ പറഞ്ഞ ദിലീപിന്റെ കേസ്, ദിലീപ് നിരപരാധിയാന്ന് കോടതി പറഞ്ഞില്ലേ? എന്റെ ചേട്ടാ, അതൊരു ലീഗൽ ടെർമിനോളജി അല്ലേ? ചേട്ടാ അങ്ങനെ ഒരു സെക്കൻഡ്. ദിലീപിന്റെ കേസിൽ ദിലീപ് നിരപരാധിയാണെന്നല്ലേ കോടതി പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ സാർ, എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ലാംഗ്വേജ് ആണ്. ആ ലീഗൽ ലാംഗ്വേജിൽ സാറേ ആയിക്കോട്ടെ, അതിനെന്താ? ആയിക്കോട്ടെ, അതിനെന്താ? ഇനി ശരി, ഇനി സുപ്രീം കോടതി അല്ല, ഒരു സെക്കൻഡ്, സുപ്രീം കോടതിയിൽ പോലും പ്രോസിക്യൂഷന് ഈ കേസ് തെളിയിക്കാൻ പറ്റില്ല. അതിന്റെ കാരണങ്ങൾ പലതും നമുക്ക് പലതും പറയാം. എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതാണ് അതവിടെ നിൽക്കട്ടെ. തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നസെന്റ് ആവുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ. ഇനി രണ്ട്, സുപ്രീം കോടതിയോ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും കോടതി ഇയാൾ നിരപരാധിയാണ് എന്നല്ല പറയുന്നത്. കോടതിയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ. സാറേ, ആ പോയിന്റ് എന്താ അറിയാമോ? അതിനർത്ഥം അയാൾ നിരപരാധിയാണെന്നല്ലേ, അയാൾ അപരാധിയാണെന്നാണോ? നമ്മൾ സ്വയം തെറ്റിദ്ധരിപ്പിക്കരുത്. ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിച്ചു കുഴപ്പമില്ല. അതായത് ശരി, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം. ഞാൻ പെട്ടെന്ന് അങ്ങയുടെ കൺവിക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്പിനാരാണ് രാജ്യദ്രോഹിയാണോ? ഞാൻ ചോദിച്ചത് സിമ്പിൾ ആയ ചോദ്യം അല്ലല്ല. ഞാൻ അല്ലല്ല, എന്തുകൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞത്? സാർ ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കട്ടെ, നമ്പിനാരായണ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റൂ? അയാൾ നിരപരാധി എന്ന് പറയുന്ന ടെർമിനോളജി ടെർമിനോളജി ഇല്ലാത്തത് കോടതിയിലല്ലേ? നമുക്ക് പറഞ്ഞൂടെ? ഒരു സെക്കൻഡ്.
ആ ടെർമിനോളജി ഇല്ലാത്തത് കോടതികളിലല്ലേ? സാർ മറുപടി സാർ ഇല്ലാത്തതിന്റെ കാരണം കോടതി ഹൈലി ഫോർമലൈസ്ഡ് ആൻഡ് ടെക്നിക്കൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കോടതിയിൽ തെളിവുകൾ മാത്രമേ സംസാരിക്കൂ. സാറേ ആയിക്കോട്ടെ, അതിനെന്താ അതായത് അപ്പൊ അതുകൊണ്ട് നമ്പിനാരായണന്റെ ജീവിതകാലം മുഴുവൻ രാജ്യദ്രോഹി എന്ന് വിളിക്കണോ? രാജ്യദ്രോഹി ഇന്ന് തെളിയിക്കപ്പെടാത്ത വ്യക്തി എന്നാണോ വിളിക്കേണ്ടത്? നാളെ നിങ്ങൾക്ക് ഇത് വരില്ലേ? ഞാൻ സൗണ്ട് റേസ് ചെയ്തുകൊണ്ട് വിഷമം കൊണ്ടാണ്. അതായത് നാളെ ചേട്ടന്റെ ഒരു കേസ് വന്നാലേ നാളെ നിങ്ങൾക്ക് താങ്കൾക്കെതിരെ ജെന്യുവൻ അല്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതി ഉമ്മൻചാണ്ടി നിരപരാധിയാന്ന് കോടതി പറഞ്ഞോ? ഞാനൊന്നും ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടി നിരപരാധിയാന്ന് കോടതി പറഞ്ഞു? ഇല്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ കേസിലും കോടതി പറഞ്ഞാൽ എന്താ? തെളിവുകളില്ല, പ്രോസിക്യൂഷന്റെ ഈ കാര്യം ശരിയല്ല, ഇങ്ങനല്ലേ പറയാൻ പറ്റൂ? അത് കോടതിയുടെ ടെർമിനോളജി അല്ലേ? നമ്മൾ സാധാരണക്കാർ സംസാരിക്കുമ്പോൾ കോടതിയുടെ ടെർമിനോളജിയാണ് സംസാരിക്കുന്നത്. ഇനി രണ്ട്, ഞാൻ നേരത്തെ നിങ്ങളുടെ കൺവിക്ഷന് വേണ്ടിയാ പറയുന്നത്. നമ്പിനാരായണൻ എന്ന വ്യക്തി 50 ദിവസം ജയിലിൽ കിടന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ. നമ്മൾ ഡെവലപ്പ് ചെയ്യാത്ത ക്രയോജനിക് ടെക്നോളജി പാകിസ്ഥാനിൽ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞു, മാലിയിലെ മരുന്നുകൾ വഴി. ഇപ്പോഴെങ്കിലും നമ്പിനാരായണൻ നിരപരാധിയെന്ന് അംഗീകരിച്ചൂടെ? അംഗീകരിക്കില്ല. നമ്പിനാരായണനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു എന്നാണോ പറയണ്ടേ? ഇനി രണ്ട്, ഇത് ഒറ്റ വരി കൂടെ എടുക്കും സാർ. ഇനിയെങ്കിലും കരുണ കാണിക്കണം. കോടതി പറഞ്ഞാലെങ്കിലും കരുണ കാണിക്കണം. കോടതി പറഞ്ഞാലെങ്കിലും, അതായത് കോടതി 8 വർഷം പോരാട്ടം നടത്തി തെളിവ് കാണിച്ചിട്ട് പറഞ്ഞിട്ടെങ്കിലും കാണിക്കണം സാർ. ഓരോന്നായിട്ട് പറയട്ടെ, ഓരോന്നായി. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം പറയുന്നില്ല, മുകേഷിനെ വെച്ചൊരു ഉദാഹരണം പറയാം, അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട്. അതായത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ട കാര്യം കൂടെ പറയാം. പ്രോസിക്യൂഷൻ ഒരു കേസ് കിട്ടിയാൽ, അഥവാ പോലീസിനോ പ്രോസിക്യൂഷനോ ഒരു കേസ് കിട്ടിയാൽ ആ കേസിനെ പരമാവധി അവർ സ്ട്രെച്ച് ചെയ്യും. ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ ആർഗ്യുമെന്റ്സും അവർക്കതിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, എന്റെ സിമ്പിൾ ഉദാഹരണം പറയാം. കേസിനെ ബന്ധപ്പെടാത്ത ഉദാഹരണം, അല്ലെങ്കിൽ കേസിനെ എന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി. എന്തിനാ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി? കാര്യം പരമാവധി ആ ആർഗ്യുമെന്റ് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി പരമാവധി അത് സ്ട്രെച്ച് ചെയ്യുക. ഇവർക്ക് തമ്മിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണോ? പരമാവധി അത് സ്ട്രെച്ച് ചെയ്യുകയാണ്. അതായത് പോലീസും പ്രോസിക്യൂഷനും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഒരു കേസിലെ കാര്യമല്ല പറയുന്നത്. പ്രത്യേകിച്ച് മീഡിയയിലും കോടതിയിലും അത്യാവശ്യം നിയമം അറിവും കൂടുള്ള ആളായിട്ട് പറയുകയാണ്. ജാമ്യഘട്ടത്തിൽ പോലീസിന് ഒരുപാട് കള്ളം പറയാനുള്ള ലിബർട്ടി ഉണ്ട്. ഫൈനൽ ട്രയലിലല്ല, ജാമ്യഘട്ടത്തിൽ ഉണ്ടത്രേ എന്ന് പറഞ്ഞ് സംശയം ജനിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഫോട്ടോഷോപ്പ്. ഞാൻ തിരിച്ച് ഒരു കാര്യം മാധ്യമപ്രവർത്തകർക്ക് എന്നോട് ഉത്തരം പറയേണ്ട, നിങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ ഒന്ന് ചോദിക്കണം. എല്ലാ മീഡിയയും യഥാർത്ഥത്തിൽ പോലീസ് പറ്റിച്ചതല്ലേ ആ വ്യാജ ഫോട്ടോഷോപ്പ് ഇട്ട സാധനം? നിങ്ങളെ യഥാർത്ഥത്തിൽ പോലീസ് സിസ്റ്റം നിങ്ങളെ യഥാർത്ഥത്തിൽ സിസ്റ്റം ഉപയോഗിക്കുകയായിരുന്നില്ലേ? നിങ്ങളെല്ലാം ജെനുവിൻലി വിശ്വസിച്ച് കൊടുത്തായിരിക്കുമല്ലോ ഫോട്ടോ. ഏതെങ്കിലും മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട് കള്ള വാർത്ത കൊടുക്കുകയില്ല. നിങ്ങളെ മാധ്യമങ്ങളെ അടക്കം ദുരുപയോഗം ചെയ്ത് ഒരു വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ പോലീസുകാർ നിങ്ങൾക്ക് തരുന്നെങ്കിൽ അവർ നിങ്ങളെ ദുരുപയോഗം ചെയ്യുകയല്ലേ? തിരിച്ച് ഏതെങ്കിലും ഒരു മാധ്യമത്തിലെ ആള് തിരിച്ച് പോലീസിനോട് ചോദിക്കണ്ടേ, സാറേ വ്യാജ ഫോട്ടോഷോപ്പ്, ഇന്ന് വ്യാജ ഫോട്ടോഷോപ്പാന്ന് വ്യക്തമല്ല, ഒരു രാഹുൽ ഈശ്വർ അല്ല, DGP ആണ് പറയുന്നത്. DGP ശ്രീലേഖ കോട്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. ഒരു DGP ഓഫ് പോലീസ് വന്ന് വ്യാജ ഫോട്ടോഷോപ്പ് എന്ന ക്രിമിനൽ ഒഫൻസ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു മീഡിയ, എത്ര മീഡിയ പോലീസിനോടൊന്ന് തിരിച്ചു ചോദിച്ചു? അതിന്റെ കാരണം പ്രോസിക്യൂഷൻ സ്റ്റേജിൽ ഒരുപാട് ഉണ്ടത്രേ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു കാര്യത്തിനും ആ രീതിയിൽ തെളിവുകളും മറ്റും വേണ്ട. ഇവർ തമ്മിൽ ബന്ധമുണ്ടത്രേ, കണ്ടു എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഫൈനൽ സ്റ്റേജ് ട്രയലിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് പേര് പറയാതെ ദിലീപിന്റെ കേസിൽ ഒരു വിറ്റ്നസിനെ, പ്രധാനപ്പെട്ട വിറ്റ്നസിനെ പ്ലാന്റ് ചെയ്തതാണ് എന്ന് കണ്ടു കാണുമല്ലോ അല്ലേ? ഞാനായിട്ട് പറയുന്നതല്ല, കോടതി പറയുന്നത് ഈ വിറ്റ്നസിനെ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷി പറയിപ്പിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ കേൾക്കും നല്ല ഗുമ്മുണ്ട്, പ്ലാന്റ് വിറ്റ്നസ് എന്നൊക്കെ. മലയാളത്തിൽ പറഞ്ഞാൽ കള്ളസാക്ഷി പറയിപ്പിച്ചു. ഇത് കോടതി വിധിയിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളല്ലേ സാറേ? എന്താണ് ഈ അപ്രൂവ്? ആരൊക്കെയാണെന്നറിയാമോ? കാവ്യ മാധവൻ. ഇനി അടുത്ത നല്ല ചോദ്യമാണ്, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഈ ആരൊക്കെയാ മൊഴി മാറ്റിയെന്നറിയാമോ? കാവ്യ മാധവൻ, ദിലീപിന്റെ സഹോദരൻ സിദ്ദിഖ്, ഇവരൊക്കെ ആദ്യം ദിലീപിനെതിരെ മൊഴി പറഞ്ഞു. എന്താ സംഭവിക്കുന്നത് അറിയാമോ? നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസ് കുറെ മൊഴി എഴുതിയെടുക്കും. ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസ് കുറെ മൊഴി എഴുതിയെടുക്കും. എന്നിട്ട് പിന്നീട് പറയും ഇവരാ മൊഴി മാറ്റി. ഇത് ഞാൻ നേരിട്ട് കാണുന്നതാണ്. ഡിറക്റ്റ് അല്ലാത്ത രീതിയിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും. ഞാൻ പറഞ്ഞു, കോടതി അനുമതി തരികയാണെങ്കിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും. അതിജീവിതയെ അധിക്ഷേപിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനിവിടെ പറഞ്ഞെങ്കിലേ. ഇത് രണ്ടല്ലേ? അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ?
ഇപ്പൊ സാറി 26 പേരുടെ മൊഴി മാറ്റി എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ മീഡിയയെ പറ്റിക്കുകയാണ്, നിങ്ങൾ മാധ്യമങ്ങളെ പോലീസുകാരല്ല സിസ്റ്റം പറ്റിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാവ്യാമാധവൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തു? സ്വന്തം ഭാര്യയായ കാവ്യാമാധവൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? നാദിർഷ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? സിദ്ദിഖ് ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? ദിലീപിന്റെ സഹോദരൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? 26 പേർ. കേട്ടാ തോന്നുന്നു എന്തോ വലിയ സംഭവം ഉണ്ടായിരുന്നു. 26 പേർ അവര് മാറി പറ്റിക്കുക. അതായത് ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം. അർത്ഥസത്യങ്ങൾ വെച്ച് പിറ്റിക്കാൻ. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൺവിൻസ് ആകുന്ന നമ്മളെ ബന്ധപ്പെടാത്ത ഒരു ഉദാഹരണം പറയാം. ഈ 26 പേരിലെ ഞാൻ വായിച്ചതാ, ഞാൻ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല. 26 പേര് കാവ്യയില്ലേ? ശരി, കാവ്യുണ്ട്. സിദ്ദിഖില്ലേ? ഭാമയെ കുറിച്ചാണ് പറയണത്, എനിക്കറിയാം. എന്താ മൊഴി മാറ്റിയതറിയോ? ഭാമയുടെ മൊഴി എന്താണെന്ന് അറിയോ? എന്താ മൊഴി? ഞാൻ ആ മൊഴി വായിച്ചതാ. എന്താ മൊഴി എന്നറിയാമോ? ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. എന്റെ കേസല്ല, എനിക്ക് പോവാം. എന്താ? അതായത് പോലീസ് പ്രധാനമായിട്ട് ദിലീപിന്റെ കേസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് ദിലീപിന് ഒരു മോട്ടീവ് ഉണ്ട് എന്നാണ്. അതായത് ദിലീപിന് ആക്രമിക്കാൻ ഒരു മോട്ടീവ് ഉണ്ടെന്ന് തെളിയിക്കാനാണ്. ഈ മൊഴി മാറ്റി എന്ന് പറയുന്ന ആൾക്കാരിലാണ് ദിലീപിന്റെ ഭാര്യ കാവ്യാമാധവൻ, ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർഷ, സിദ്ദിഖ്, ഇവരെല്ലാം മൊഴി മാറ്റി എന്നാണോ? അത് മീഡിയ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ മൊഴി മാറ്റിയ കാവ്യാമാധവനുണ്ടോ? അയ്യോ ഉണ്ട്. ഈ 26 പേര് കാവ്യാമാധവനുണ്ട്. വായിച്ചു കാണുമല്ലോ. കാവ്യാമാധവനുണ്ടോ? ഉണ്ടാവുന്നല്ല, ഉണ്ടോ ഇല്ലയോ? ആ ഉണ്ട്. 1500. സാറേ പൾസർ സുനി എന്തുകൊണ്ടാണ് ശ്രീമതി മേനക അല്ലെങ്കിൽ പ്രമുഖരായ വേറെ ചില അടക്കമുള്ളവരെ ആക്രമിച്ചത്? ദിലീപ് കാരണമാണ്. അതായത് പൾസർ സുനി എന്ന പല കുറ്റവും ചെയ്യുന്ന ക്രിമിനൽ, അയാൾ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ദിലീപുമായിട്ട് എന്താ ബന്ധം? അയാൾ ചെയ്യുന്ന അയാൾ വേറെ എത്രയോ ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ട്. അയാൾ കൊട്ടേഷൻ മേടിച്ചിട്ടാണോ ചെയ്യുന്നത്? സാറേ അല്ല, അതാണ് ഡീറ്റെയിൽസിലേക്ക് തൽക്കാലം പറയുന്നില്ല. കൃത്യമായി ദിലീപിന് ആരാണ് പണി കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കെന്നല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശ്രീ ദിലീപ് ഇറങ്ങി വന്ന് ആദ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, അത് പറഞ്ഞ വേറൊരു കോൺട്രവേഴ്സി ആവുന്നുള്ളതുകൊണ്ടാണ്. ശ്രീ ദിലീപ് ആരാണ് തനിക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചതെന്ന് ശ്രീ ദിലീപ് ഇറങ്ങി വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ ചില ആൾക്കാരുടെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നതല്ല കേട്ടോ, രാഹുൽ ഈശ്വർ ആരെയും പരാമർശിച്ചിട്ടില്ല. ശ്രീ ദിലീപ് മാധ്യമങ്ങളോട് വന്ന് പേരടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ദിലീപ് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, പേരടക്കം. അന്ന് പേര് കൊടുത്തില്ല, സ്ഥാനങ്ങളൊക്കെ വെച്ച്. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോ ആർക്കെങ്കിലും നമുക്ക് പണി തരാനുണ്ടെങ്കിൽ കോടതികൾ വഴിയും നിയമം വഴിയും പണി തരുന്ന അർത്ഥമുണ്ടോ? ഇനി നേരത്തെ ചോദിച്ചോ, ഞാൻ തർക്കത്തിനല്ല പറയുന്നത്. നാളെ നമ്മൾ റിസീവിംഗ് എൻഡ്, നമുക്ക് നേരെയാണ് ഈ വ്യാജ കാര്യങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്റെ കേസിൽ ഡീറ്റെയിൽസ് പറയാതൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരാൾക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ഞാൻ ചിത്രങ്ങളോ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട്? അങ്ങനെ പറഞ്ഞല്ലേ കേസെടുത്തത്? ഈ സാധാരണക്കാരനായ എന്നെ ഇലക്ഷൻ കഴിയുന്നത് വരെ പിടിച്ചിടാൻ ആഗ്രഹിച്ചത് ചെയ്യാമെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയത്തിലും ഭാഗമായ വ്യക്തിയല്ല, CPM-ന് അനുകൂലമായ ഒരു വ്യക്തിയല്ല, CPM-കാരെ സഖാക്കളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ വരെ റെസ്പെക്ടോടെ കാണുന്നതാണ്. ചെകുവേരയുടെ മോള് വന്നപ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു, ഈ വലിയ ആദരവുള്ള വ്യക്തിയാണ്. പക്ഷേ CPM-നോട് അനുകൂല വ്യക്തി അല്ലെങ്കിൽ പറയുന്നതിന് മടിയൊന്നുമില്ല. ഞാൻ ഒരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ്. പക്ഷേ എന്നെ പോലൊരു സാധാരണക്കാരനെ ഇലക്ഷൻ കഴിയുന്നത് വരെ കുടുക്കി അകത്തിടാൻ ഇത് ചെയ്യാമെങ്കിൽ മറ്റേ കേസിൽ എന്തൊക്കെ ചെയ്യാം? ഇനി ഞാൻ നേരത്തെ TV ചോദിച്ചൊരു ചോദ്യമോടെ ചോദിക്കാം. ശ്രീ ദിലീപിനെതിരെ കടുക് മണിയോളമെങ്കിലും തെളിവുണ്ട്? എനിക്ക് ശ്രീ ദിലീപിനോട് ഒരു വ്യക്തിപരമായ ബന്ധമില്ല. വല്ലപ്പോഴും കാണുമ്പോൾ ചിരിക്കും, പണ്ടിയ ഇന്റർവ്യൂ എന്തെങ്കിലും കടുക് മണിയോളം തെളിവുണ്ടോ? കടുക് മണിയോളം തെളിവ് അതുകൊണ്ടൊക്കെ പിടിച്ചിടാമോ? ഞാൻ ശ്രീ ദിലീപിന്റെ ഒരു വരി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ കേസിലേക്ക് വരാം. ഒന്നാമത്തെ കേസിലേക്കല്ല കേട്ടോ. ഒന്നാമത്തെ കേസിലേക്ക് പറഞ്ഞുകൂടാത്തോണ്ടാണ് രണ്ടാമത്തെ കേസിലേക്ക് വരാം.
ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം തെളിവില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. ഇനി മേൽക്കോടതികളിൽ പോകുമ്പോഴും ബോധ്യമാവും. അങ്ങനെ സുപ്രീം കോടതി നടക്കം വിധി വരുമ്പോ അത് ദിലീപ് ശക്തനായിട്ട് ജയിച്ചു എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി, മന്ത്രിസഭ, പോലീസ്, മീഡിയ, പ്രോസിക്യൂഷൻ ഇവര് നിൽക്കുമ്പോഴും മറുഭാഗത്ത് ദിലീപ് അല്ല, ഒരു ധൈര്യമുള്ള വനിതാ ജഡ്ജി. ഇനി ഞങ്ങളടക്കമുള്ള ഭാവിയിലെ LLB സ്റ്റുഡൻസ് കണ്ടുപഠിക്കേണ്ട, വെച്ചു പൂജിക്കേണ്ടതാണ് ആ വനിതാ ജഡ്ജിയുടെ ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ വിധിയിൽ അവരൊരു വരി എഴുതിയിട്ടുണ്ട്, ഫിയറ്റ് ജസ്റ്റീഷ്യ റൂയറ്റ് കൊളം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ലോയിൽ പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ നീതി നടത്തും, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കും എന്ന് അവരുടെ വിധിന്യായത്തിലെ വാക്കാണ്, എന്റെ വാക്കല്ല, ഒരു ലീഗൽ പ്രിൻസിപ്പിളാണ് അവരത് എഴുതി വെച്ചിട്ടുണ്ട്. ആ നട്ടലുള്ളൊരു വനിതാ ജഡ്ജി ഇല്ലായിരുന്നെങ്കിൽ മാധ്യമ സമ്മർദ്ദവും ഗവൺമെന്റ് സമ്മർദ്ദവും വഴി ശ്രീ ദിലീപ് അകത്ത് കിടക്കേണ്ടി വരുവാൻ. ആ സ്ത്രീയുടെ, ആ ഒരു അമ്മയുടെ, അവരുടെ ധൈര്യവും സത്യസന്ധതയും കാരണം മാത്രമാണ് ഒരു തെളിവുമില്ലാത്തത്. സാറിലേക്ക് വരുന്നതിന് ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാലേ കൺവിൻസ്ഡ് ആവും. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീമാരെ കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്റേജ് തോന്നാറില്ലേ? സിദ്ദിഖാപ്പനെ 1.5 വർഷം ഒരു കാര്യവും ഇല്ലാതെ ജയിലിലിടുമ്പോൾ നമുക്ക് ഔട്ട്റേജ് തോന്നാറില്ലേ? അല്ലെങ്കിൽ മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കറിനെ ഞാൻ അങ്ങനെ ചോദ്യത്തിലേക്ക് വരുന്നത്. ഞാൻ ഒരു സെക്കൻഡ് അല്ലല്ല, അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അല്ലല്ല, അതുകൊണ്ടല്ല രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. എനിക്ക് അല്ലല്ല, എനിക്ക് ഒരു സെക്കൻഡ് തരൂ. ഒരു സെക്കൻഡ് ഞാൻ കേസുകളുടെ കാര്യം പറഞ്ഞു. ഒരു സെക്കൻഡ് ഞാൻ എടുക്കും. അല്ല, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ദയവായി എനിക്ക് ഒരു സെക്കൻഡ് തരൂ. ദയവായി ഒരു സെക്കൻഡ് തരൂ. അല്ല, ദയവായി ഒരു സെക്കൻഡ് തരൂ. ഒരു സെക്കൻഡ്. കള്ളക്കേസുകളുടെ കാര്യമാണ് പറയുന്നത്. കന്യാസ്ത്രീമാരുടെയോ സിദ്ദിഖാപ്പന്റെയോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാന്റെ മകന്റെയോ കള്ളക്കേസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? ഇനി താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ ദേഷ്യം നമുക്ക് ഇവിടെ തോന്നാത്ത എന്തുകൊണ്ടാണ്? ഈ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചില്ലേ? ഞാൻ കുറച്ചേ വാർത്ത കണ്ടുള്ളൂ. മറ്റേ ഹോസ്പിറ്റൽ ബ്ലോക്കിൽ രാഹുൽ ഇല്ലെങ്കിൽ പറയണം കേട്ടോ, ഞാൻ തിരുത്താൻ തയ്യാറാണ്, തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാണ്. രണ്ടാമത്തെയാണ് പറയണത്, ആദ്യത്തെ കാര്യമേ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം മാത്രമേ മെൻഷൻ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന വ്യാജ റേപ്പ് പരാതിയിൽ, വ്യാജ റേപ്പ് എന്ന് ഞാൻ വിളിക്കുന്ന റേപ്പ് പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചോ ഇല്ലയോ? ഇല്ല, പറയണം. ഇല്ലെങ്കിൽ പറയണം. കോടതി പോലും സംശയം, അതാണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണെന്ന് KPCCയിലെ ഒരു പ്രമുഖനായ ആൾ പറഞ്ഞത്. അപ്പൊ എന്താ ഇങ്ങനെ പറയാൻ പാടില്ല, അത് സ്ത്രീ വിരുദ്ധമാണ്. കള്ള പരാതി കൊടുത്തിട്ട്, വ്യാജ റേപ്പ് പരാതി കൊടുത്തിട്ട് അത് വ്യാജ റേപ്പ് പരാതി എന്നല്ല, വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് പോലും പറയുന്നത്, അത് സ്ത്രീപക്ഷ വിരുദ്ധമാണ്. സുഹൃത്തെ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഇത് ഞാൻ പറഞ്ഞ തെറ്റാണോ? കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. കോടതി സംശയം പ്രകടിപ്പിച്ചോ? കോടതി സംശയം പ്രകടിപ്പിച്ചാലെങ്കിൽ നമുക്കത് പറഞ്ഞുകൂടെ? ഇല്ലെങ്കിലേ എന്താ ഡിഫൻസ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്റ്റാർ ആയിരുന്ന, ഇപ്പോഴത്തെ അല്ല, സ്റ്റാർ ആയിരുന്ന ഒരു വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും കൂടില്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്തുണ്ടാവും? എനിക്കും നിങ്ങൾക്കൊക്കെ എന്തുണ്ടാവും? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ, ഷാഫിയെ പോലെ കോൺഗ്രസിലെ ഏറ്റവും പ്രഗത്ഭരായ യുവനിരയെ ഈ രീതിയിലാണ് വേട്ടയാടണമെങ്കിൽ നാളെ നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ നമ്മുടെ കൂടെ ആരുണ്ടാവും? ദയവായി ഒന്ന് ആലോചിക്കുക. നാളെ ഈ പരാതി നിങ്ങൾക്കെതിരെ വന്നാലോ, നാളെ നിങ്ങളുടെ ഓഫീസിലെ ഒരു തർക്കത്തിന്റെ, ഓഫീസിലെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ ഇതേപോലെ വ്യാജ പരാതി വന്നാലോ, ആദ്യത്തെ തർക്കത്തിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ വ്യാജ പരാതി വന്നാലോ, ഇപ്പൊ അവിടെ സ്റ്റേഷൻ കിടപ്പുണ്ട്, ആ കേസ് വെരിഫൈ ആയിട്ടുണ്ടാ പറയാത്തത്, ട്യൂഷൻ എടുക്കുന്ന ഒരാളാണ്, ആ കുട്ടിയുടെ അച്ഛൻ ഇവരുമായിട്ടുള്ള അവിടക്കായി കൊണ്ട്. ഞാൻ ഇനി മാധ്യമങ്ങളിലെ ഒരാളുടെ കാര്യം പറയാൻ കേട്ടോ, മോശമായിട്ടല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗൗരിദാസ് നായർ സാർ, എസ്പെഷ്യലി മുതിർന്ന ആൾക്കാർക്ക് ഓർമ്മ കാണും. ഒരു കരിയർ തീർന്നില്ലേ? എന്താ ഗൗരിദാസ് നായർ സാറിന്റെ തെറ്റ് ചെയ്യുന്നറിയാമോ? ഒരു ചെന്നൈയിൽ ഇരിക്കുന്ന പെൺകുട്ടി ഒരു വ്ളോഗ് എഴുതി, എനിക്ക് നേരെ അയാൾ അപ്രോച്ച് ചെയ്തു, ഒന്നും ചെയ്തു എന്നല്ല, ഹിന്ദു പോലുള്ള നമ്മൾ ഏറ്റവും ആദരിക്കുന്ന പത്രത്തിന്റെ സാറേ, ഏതെങ്കിലും കേസ് ശിക്ഷിച്ചോ? ഏതെങ്കിലും കേസ് ശിക്ഷിച്ചെങ്കിൽ ഇപ്പം പറയണം, ഏതെങ്കിലും കേസ് ശിക്ഷിച്ചോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ സീനിയറായ ഗൗരിദാസൻ നായരെ കുറിച്ച് ഇതേവരെ നെഗറ്റീവ് അല്ലാത്ത, ഓൾറെഡി പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം ഞാൻ പറയുമ്പോൾ വേറെ പല കേസുകളും ഉണ്ട്. എവിടുണ്ട്? നിങ്ങൾ ഗൗരിദാസൻ നായർ സാറിന് കിട്ടാത്ത എന്ത് മെച്ചം നിങ്ങൾക്ക് കിട്ടും? ഗൗരിദാസൻ നായർ എന്ന് പറയുന്ന ഇവിടുത്തെ സീനിയേഴ്സ് അറിയാം, യങ്സ്റ്റേഴ്സിന് അറിയാമെന്നറിയില്ല, ഹിന്ദുവിന്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു ഗൗരിദാസ് നായർ. ചാനൽ ചർച്ചയിലൊക്കെ നിൽക്കും, ഞാൻ ആലങ്കാരിയായി പറയും, ഗൗരിദാസ് നായർ സാർ താഴെ വന്നാൽ നമ്മൾ മേളിൽ ഇടിച്ചിരിക്കുന്നു, അത്ര ബഹുമാനമാണ്, ഞങ്ങളെല്ലാം ഏറ്റവും ആദരവോട് കണ്ടാൽ. ഈ മനുഷ്യന്റെ കരിയർ ഇല്ലാതായി, ജീവിതമില്ലാതായി, ഒരു ബ്ലോഗിൽ പേര് പോലും പറയാതെ ഒരു പെൺകുട്ടി എഴുതിയോണ്ട് ഗൗരിദാസൻ നായരോട് സാറിനോട് നമ്മൾ ഈ ബഹുമാനക്കുറവ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്ത് നാളെ കിട്ടും? സാറേ, അല്ല, കോടതി പറയുന്നത് അല്ല, എന്റെ അല്ല പോയിന്റ് എന്താ അറിയാം? ഒരു സെന്റ്
അല്ല, എന്റെ പോയിന്റ് സിമ്പിൾ അല്ലേ? കോടതി പറയുന്നത് വരെ നമ്മൾ കുറ്റക്കാരെന്ന് പറയരുത്. കോടതി ആ കേസിൽ വരുന്നില്ലേ? കോടതി പറയുന്നവരെ നമ്മൾ പോവായിരുന്നൂടെ? ഒരു സെന്റ് കോടതി പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെറുറ്റി പോയെന്നുള്ളതല്ലേ? ഞാനൊരു സിമ്പിൾ ചോദ്യം, താങ്കൾ ഉത്തരം പറയണേ. കോടതി അതിൽ സംശയം പ്രകടിപ്പിച്ചു എന്ന് ഞാൻ പറയണ സത്യമാണോ കള്ളമാണോ? അതൊന്ന് പറഞ്ഞൂടെ? ഞാൻ ചോദിച്ചത് കോടതി രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് സത്യമാണോ? അപ്പൊ ആണെന്നാണോ അർത്ഥം? ആണെന്നാണോ അർത്ഥം? ആണെന്നാണോ അർത്ഥം? ഞാൻ ചോദിച്ചത് ആണെന്നാണോ അർത്ഥം? ഞാൻ ചോദിച്ചതേ സിമ്പിൾ ആയിട്ട്. എനിക്ക് അല്ല, ഞാൻ താങ്കളോട് വ്യക്തിപരമായി തർക്കിക്കുകയല്ല സാറേ. അല്ല, അങ്ങനെ അല്ല. അതൊരു പ്രോസസ്സാണ്. ഇനി ആ പ്രോസസ്സ് കഴിഞ്ഞാലെങ്കിലും താങ്കൾ അംഗീകരിക്കൂ. ആ പ്രോസസ്സ് കഴിഞ്ഞാലെങ്കിലും അംഗീകരിക്കൂ. അല്ല, കഴിഞ്ഞാൽ അംഗീകരിക്കൂ. കഴിഞ്ഞാലും ഇത് പറയില്ലേ തെളിവുകളുടെ അഭാവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ വിട്ടു. സുഹൃത്തെ, നാളെ ഞാൻ ഞങ്ങളൊക്കെ ഒരു മിഡിൽ ഏജ് നിൽക്കുന്നതാണ്. നാളെ താങ്കൾക്കെതിരെ ഈ കേസ് വന്ന ആ വേദന ആലോചിച്ചു. ഒരു കള്ളപ്പരാതി വന്ന താങ്കൾക്കെതിരെ പരാതി വന്നിട്ട് കോടതി സംശയം പ്രകടിപ്പിച്ചിട്ട് അവനെ നിരപരാധി എന്നൊന്നും പറഞ്ഞില്ലല്ലോ. നിരപരാധി എന്ന് കോടതി പറയില്ല. കോടതിയുടെ ഭാഷയിൽ പറയുന്നത് പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാനായില്ല. നിങ്ങളെ സ്വയം ഒന്ന് വിമർശിച്ചു നോക്കുക. ബാക്കി എല്ലാരെയും മാധ്യമങ്ങൾ വിമർശിക്കുന്നതല്ലേ? ഞാനിവിടെ എനിക്ക് പക്ഷെ ഇന്ന് വലിയൊരു ഞെട്ടലാണ് ഉണ്ടായിട്ടോ. ഉമ്മൻചാണ്ടി സാറെങ്കിലും വേട്ടക്കാരനല്ലെന്നും മറ്റേ സ്ത്രീ അതിജീവിത ആണെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഈ എന്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, രാഹുൽ ഈശ്വർ, എനിക്ക് പോക്സോ കേസ് വരുന്നതിന്റെ ഇദ്ദേഹത്തെ പോയി കാണുന്നത് വരെ ഇങ്ങനെയൊക്കെ ഭ്രാന്തെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. ഇയാള് സീരിയസ് ആയിട്ട് ഞാൻ ഈ അടുത്തിരുത്തിട്ട് ഞാൻ പറയാണ്, എന്റെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യന് മുഴുവൻ ഭ്രാന്തെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കണ്ണറിഞ്ഞിട്ടാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങേർക്ക് ഭ്രാന്തില്ല. അങ്ങനെ പറയുന്നത് വാസ്തവമാണ്. ഇതുപോലെ വ്യാജമായ പുള്ളി എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് കേസിനെതിരെയോ അല്ലെങ്കിൽ അതിജീവിതക്കെതിരെയോ ഒന്നുമല്ല. വ്യാജമായ പരാതികൾക്കെതിരെ അല്ലെങ്കിൽ വ്യാജമായ ഒരാളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും എളുപ്പം അത് തീർക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഒരു FIR അറിയാവുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ലോഡ്ജ് ചെയ്യാം. ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞു. എനിക്കിവിടെ പേരെടുത്ത് അറിയാവുന്ന ഒരുപാട് ജേർണലിസ്റ്റുകൾ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ ജയമോഹൻ ചേട്ടൻ. ഈ സമയം മണി ഇപ്പോ കറക്റ്റ് സാറ്റലൈറ്റ് 1:15 പ്രസ് ക്ലബ്ബിൽ ഇവിടെ ഇരിക്കുകയാണ്. ചേട്ടന്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? ശ്രീകാര്യത്ത് ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെ FIR ലോഡ് ചെയ്തു. നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന സകല മാധ്യമങ്ങൾക്കും അറിയാം നിങ്ങളോട് ഉണ്ടെന്ന്. ഇവിടെ CCTV ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നിങ്ങളെ കസ്റ്റഡിയിൽ വെച്ച് 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ബോക്സോ ചെയ്തിട്ടില്ല. അതാണ് സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് അതിനിടയ്ക്ക് വാർത്ത വന്നു കഴിഞ്ഞു. അതിനിടയ്ക്ക് ജയമോഹൻ പണിക്കർ അല്ലേ ചേട്ടന്റെ ഫുൾ നെയിം, ഓക്കെ, അദ്ദേഹം ഒരാള് 17 വയസ്സുള്ള ശ്രീകാര്യം ഇന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നിരപരാധിയാന്ന് ഇവിടെ നമ്മൾ സാക്ഷിയുണ്ട്, ഇവിടെ സാക്ഷിയുണ്ട്, CCTV ഉണ്ട്, നിങ്ങൾ തെളിയിച്ചു. അതൊക്കെ പിന്നെ പക്ഷെ എന്റെ കേസിൽ ഈ പെൺകുട്ടിയുടെ അമ്മയും എന്നോട് കാശ് ചോദിച്ചതിന്റെ ഓഡിയോ എന്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യമാണ്. അല്ല, ഒരു കാര്യമേ, മുകേഷിന്റെ കേസിലെ ഭാഗ്യം എന്താ അറിയാമോ? മുകേഷിന്റെ കേസിൽ ആ പെൺകുട്ടി അവള് കുറച്ചുകൂടെ പ്ലാൻ ചെയ്തെങ്കിൽ അകത്ത് കിടക്കുമായിരുന്നു. മുകേഷിന്റെ കേസിൽ ആ പെൺകുട്ടി വോയിസ് നോട്ടായിട്ട് കാശ് വേണമെന്ന് പറഞ്ഞ് അയച്ചിരുന്നു. അത് കൊച്ചു പെൺകുട്ടിയാണ്, അവളെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവളെ ഉപയോഗിച്ച് പിന്നിൽ നിന്ന് കളിക്കുന്നവർക്ക് ഒരു അബദ്ധമാണ്. മുകേഷിന് വോയിസ് നോട്ടായിട്ട് കാശ് വേണമെന്ന് അയച്ചിരുന്നു. അത് കോടതിയെ കാണിച്ചുകൊണ്ട് മാത്രമാണ്. ആ വോയിസ് നോട്ടിന് പകരം ഒരു വാട്സപ്പ് കോൾ, റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത വാട്സപ്പ് കോൾ ആയിരുന്നെങ്കിൽ മുകേഷ് ഇത് കിട്ടില്ലായിരുന്നു. എത്ര പേരാണ്. നാളെ നമുക്കിത് സംഭവിച്ചാൽ എത്തിക്സിന്റെ ഗോൾഡൻ റൂൾ എന്താ അറിയാമോ? നിനക്ക് ഹിതകരമല്ലാത്തത് ബാക്കി ഒരാൾക്ക് ചെയ്യരുത്, നിനക്ക് അഹിതമായത് വേറൊരാൾക്ക് ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ. സത്യസന്ധതയും നീതിയും ഇത്ര മാത്രമേ ഉള്ളൂ. നാളെ നിങ്ങൾക്കോ എനിക്കോ ഇത് വരികയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആലോചിക്കാം. നേരത്തെ ഗൗരിദാസ് നായർ സാറെ മോശം പറഞ്ഞ ആളോടും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ, നാളെ നമുക്കെതിരെയോ താങ്കൾക്കെതിരെയോ എനിക്കെതിരെയോ ഈ കള്ളക്കേസ് വന്നാൽ തീരും. ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ മുകേഷിനെ പോലെ എന്റെ ജീവിതത്തിലെ അനുഭവം എന്താ അറിയോ? ശബരിമല കേസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരു പെൺകുട്ടി പേരില്ലാതെ നെയിം ഇല്ലാതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടു ഇയാൾ എന്നെ മീറ്റു ചെയ്തിട്ടുണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ്. എന്നെ ശബരിമല കേസിന് വേണ്ടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന എനിക്കെതിരെ 20 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റുവിൽ പെടുത്തി. ദൈവം സഹായിച്ച എന്റെ മുത്തശ്ശി അവിടെയാണ്. ഇനി സ്ത്രീകളോടും കൂടി ഒരു കാര്യമാണ്, അവിടെയാണ് എന്റെ ഭാര്യ ദീപ, അമ്മ മല്ലിക, മുത്തശ്ശി ഇപ്പൊ മരിച്ചുപോയി, ദേവകി അന്തർജന അടക്കമുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ സ്ഥിരമുള്ളവരാണ്. എന്താ കേസെന്നറിയാമോ? എനിക്കെതിരെ കേസെന്നല്ല, ഫേസ്ബുക്കിലെ വ്യാജ പരാതി. ഇയാൾ എന്നെ മോശം ചിത്രം കാണാൻ പ്രേരിപ്പിച്ചു.
ഫേസ്ബുക്കിൽ വെറുതെ എഴുതിയിട്ടതാണ്. ഫേസ്ബുക്കിൽ വെറുതെ എഴുതിയിട്ടേ ഉള്ളൂ, പേര് പോലുമില്ല, അനോണിമസ് ആയിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടു. നാഷണൽ മീഡിയയിലടക്കം ന്യൂസായി. ഞാൻ ഒരു ദിവസം ശബരിമല പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ നിന്ന് മാറി ഒളിച്ചിരുന്നു പറഞ്ഞാൽ ആരുടെയും കാണാൻ മാറ്റിയിരുന്നു. എനിക്ക് പിന്നെ ഒരു ചമ്പലും പേടിയായി, അയ്യോ ഇനി നാളെ എല്ലാവരും വാർത്ത കൊടുത്തു രാഹുൽ ഈശ്വർ മീറ്റൂലായി. ഞാൻ പിന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്തു. എന്റെ വീട്ടുകാരും മുത്തശ്ശി അമ്മയൊക്കെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒന്ന് പ്രസ് മീറ്റ് വിളിച്ചു, അത് കള്ളമാണ്. 20 വർഷം മുമ്പ് നാളെ നിങ്ങൾക്കെതിരെ വരികയാണെങ്കിലും, ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി കൊടുത്ത ശ്രീ സിദ്ദിഖിനെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം അനുകൂല പരാമർശം കിട്ടി, ഇത്രയല്ലേ കിട്ടൂ. ശ്രീ മുകേഷിനെതിരെ ജാമ്യം അനുകൂല പരാമർശം കിട്ടി, ഇത്രയല്ലേ കിട്ടൂ. അതിനപ്പുറം എന്താ കിട്ടാൻ പോണേ? ഇനി ഇവിടെ ഇരിക്കുന്നവരോട് കൂടി ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നിവിൻ പോളിയെങ്കിലും നിരപരാധിയാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ദുബായിൽ നിൽക്കുന്ന പെൺകുട്ടി കൊച്ചിയിൽ നിൽക്കുന്ന നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിവിൻ പോളി എങ്കിലും നിരപരാധിയാണ്. ഇനി ഡിജിറ്റലി റേപ്പ് ചെയ്തു എന്നല്ലോ പറയൂ. നിവിൻ പോളി കൊച്ചിയിൽ നിൽക്കുന്നു, പെൺകുട്ടി ദുബായിൽ നിൽക്കുന്നു. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി കേരളത്തിലായി. ആ ദിവസങ്ങളിലുണ്ട്. നിവിൻ പോളി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു കുട്ടി കേസ് കൊടുത്തു. നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തു. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയും കാര്യമുണ്ട് അന്വേഷിച്ച് ആരെയെങ്കിലും വ്യാജ പരാതി പറഞ്ഞ കുട്ടിക്കെതിരെ ഒരു ആക്ഷനെങ്കിലും എടുത്തോ? അത് പറഞ്ഞ ഡേറ്റ് തെറ്റിപ്പോയി. ഉറക്കപ്പിച്ചോടെ പറഞ്ഞാണെന്ന്. വൈകിട്ട് 7 മുതൽ 9 മണി വരെയുള്ള പ്രൈം ടൈം ചർച്ചയിൽ ഉറക്കപ്പിച്ചോടെ, എക്സാക്ട് വാക്കുകളാണ്, ഞാൻ കോട്ട് ചെയ്യുന്നതല്ല, ഞാൻ വ്യാഖ്യാനിക്കുന്നതല്ല. ഉറക്കപ്പിച്ചില് ഡേറ്റ് മാറിപ്പോയതാണ്. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി കൊച്ചിയിലുണ്ടായിരുന്നു. എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ നിരപരാധിയെ നിരപരാധി എന്നും വ്യാജ പരാതിക്കാരെന്ന് വിളിക്കാൻ പഠിക്കുക. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, എന്റെ ഇതുവരെയുള്ള ടോണിൽ, ഈ പ്രസ് മീറ്റ് അല്ല മുമ്പുള്ള കാര്യങ്ങളിലടക്കം ടോണിൽ എന്തെങ്കിലും അഗ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാക്കുകൾക്ക് അമിതമായ മൂർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങളിലും കോടതികളിലും വന്ന വിമർശനം പൂർണ്ണമായി ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, ശിരസാവഹിക്കുന്നു. ഇനി എന്റെ വാക്കുകളിലും പ്രവർത്തികളിലും അത് കാണും. ദൈവത്തെ ഓർത്ത് ഒരു നിമിഷം നിങ്ങളെ തന്നെ, നിങ്ങളുടെ സഹോദരനായ ദിലീപിനെയോ അല്ലെങ്കിൽ ബാക്കി വ്യാജ പരാതികളിൽ പെട്ടുപോകുന്നവരെ കാണുക. കാര്യം നാളെ നിങ്ങൾക്ക് നേരെ വ്യാജ പരാതി വന്നാൽ അന്നും രാഹുൽ ഈശ്വറോ മുകേഷോ ഞങ്ങളെ പോലുള്ള കുറച്ചുപേരെ കാണും. കൂടുള്ളവർ പോലും നിങ്ങളെ തൊട്ടുകൂടാത്തവനായി മാറ്റി നിർത്തി നിങ്ങളുടെ ജോലി പോവും, നിങ്ങളുടെ ശമ്പളം പോവും, നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങൾ, ഞാൻ, മുകേഷ്, നമ്മൾ ഓരോരുത്തരും, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഗാന്ധിജി പറയുന്നത് പോലെ സത്യമാണ് ദൈവമെന്ന തിരിച്ചറിവിൽ സത്യത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റണം. അതിജീവിതയോടോ പരാതിക്കാരിയോടോ വാദിയോടോ അല്ല, സത്യത്തോടൊപ്പം. എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ ഈ എത്രയോ ജനുവിൻ പരാതികളുണ്ട്, എല്ലാം ബഹുമാനിക്കുന്നു. അതുകൊണ്ട് സത്യം എന്താണോ ആ സത്യമാണ് പ്രധാനം. പരാതിക്കാരി അല്ല പ്രധാനം, ആരോപിതനല്ല പ്രധാനം. സത്യം എന്താണോ അവൾക്കൊപ്പവും അവനൊപ്പവുമല്ല, സത്യത്തിനൊപ്പം എന്നുള്ളതാണ് പ്രധാനം എന്ന് പറഞ്ഞ് വളരെ ബഹുമാനത്തോടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റീറ്ററേറ്റ് ചെയ്യുന്നു. ചോദ്യങ്ങളൊന്നുമില്ല. താങ്ക് യു.